ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ, അധ്യായം 33. ചേന്നവേലി LP സ്കൂളിൻ്റെ അങ്കണത്തിൽ മോർണിംഗ് അസംബ്ലി കൂടിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അവരവരുടെ ക്ലാസ്സുകളുടെ ക്രമത്തിൽ വരിവരിയായി നിന്ന് ദേശീയഗാനം പാടി. അധ്യാപകർ സ്കൂളിൻ്റെ തുറന്ന വരാന്തയിൽ നിന്നു. ഇത്തവണ വരാന്തയിൽ അധ്യാപകരെ കൂടാതെ ഒരാൾ കൂടിയുണ്ട്. അത് ശൗരിക്കുട്ടിയാണ്. ഹെഡ് മാസ്റ്റർ KK പുരുഷോത്തമൻ അവൻ്റെ സമീപത്തായി നിൽപ്പുണ്ട്. ജനഗണമന കഴിഞ്ഞ് കുട്ടികളാരും ക്ലാസ്സിലേക്ക് ഓടരുതെന്ന് മുൻപേ തന്നെ നിർദ്ദേശം കിട്ടിയിരുന്നതിനാൽ ആരും പോയില്ല. ഹെഡ് മാസ്റ്റർ KK പുരുഷോത്തമൻ വരാന്തയിൽ നിന്ന് ഒരു ലഘു പ്രഭാഷണം നടത്തി. ഇന്ന് ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എനിക്കും നമുക്കേവർക്കും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന സുദിനമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളിൽ പലരും ഇതിനകം അറിഞ്ഞു കാണുമായിരിക്കും. എല്ലാവരും പുരുഷോത്തമൻ സാറിൻ്റെ നേർക്ക് കണ്ണും നട്ടു നിൽക്കുകയാണ്. ശൗരിക്കുട്ടിയും ഇടയ്ക്ക് തലതിരിച്ച് പുരുഷോത്തമൻ സാറിനെ നോക്കി. ഇവിടെ ഈ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ TJ ശൗരി ഇപ്പോൾ ഇതാ എന്നോടൊപ്പം നിൽപ്പുണ്ട്. ഇന്നലെ ചെല്ലിക്കടപ്പുറത്ത് വെച്ച് ഓർക്കാപ്പുറത്ത് കടലിൽ വീണ് ഒഴുകിപ്പോയ സോണിയ റോസ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ഈ നിൽക്കുന്ന ശൗരി അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയുണ്ടായി. ആർക്കും തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കടലിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ ആ കുട്ടിയെ ശൗരി രക്ഷപ്പെടുത്തിയത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണെന്ന് കൂടി പറഞ്ഞാൽ മാത്രമേ ആ പ്രവൃത്തിയുടെ മഹത്വം പൂർണ്ണമാകൂ. ശൗരി ഈ സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയല്ല. കലാകായിക മത്സരങ്ങളിലൊന്നും മികച്ച കാഴ്ചവെക്കുന്ന കുട്ടിയല്ല ശൗരി. പക്ഷേ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ധീരത കൊണ്ട്, സ്വന്തം ജീവനെപ്പോലും തൃണവൽഗണിച്ച സാഹസികത കൊണ്ട് ശൗരി തൻ്റെ പോരായ്മകളത്രയും മറികടന്നിരിക്കുകയാണ്. അഭിമാനം കൊണ്ടും ലജ്ജ കൊണ്ടും ശൗരിക്കുട്ടിയുടെ മുഖം തുടുത്തു. അവൻ അസംബ്ലിയിലെ കുട്ടികളെ നോക്കി. എല്ലാ കണ്ണുകളും അവനിലാണ്. അത്ഭുതത്തോടെയാണ് അവനെ നോക്കുന്നത്. അധ്യാപകർ പോലും തൻ്റെ നേർക്ക് അഭിനന്ദനം കലർന്ന പുഞ്ചിരിയോടെ നോക്കുന്നത് ശൗരിക്കുട്ടി കണ്ടു. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ധീരകൃത്യം ചെയ്ത ശൗരിയെ നമ്മളെല്ലാവരും അനുമോദിക്കണ്ടേ? ഹെഡ് മാസ്റ്റർ എല്ലാ വിദ്യാർത്ഥികളോടുമായി ചോദിച്ചു. ആരും മറുപടി പറയുന്നില്ല. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അനുമോദിക്കണ്ടേ? വേണ്ടേ? വേണം വേണം. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർന്നു. വേണം. പരിചിതമായ ശബ്ദം കേട്ട് ശൗരി നോക്കി. അത് മൈക്കിലായിരുന്നു. ശൗരിയുടെ ഹൃദയം ഒന്ന് തുടിച്ചുയർന്നു. എല്ലാവരും കൂടെ ഒന്ന് ഉറക്കപ്പറ. ശൗരിയെ അനുമോദിക്കണ്ടേ? ഹെഡ് മാസ്റ്റർ വീണ്ടും ചോദിച്ചു. വേണം. കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത്രയും ധീരത കാട്ടിയ ശൗരിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? വേണം വേണം. കുട്ടികൾ ജയഭേരി മുഴക്കം പോലെ ആർത്തു പറഞ്ഞു. ശൗരി കാണിച്ചു തന്ന മാതൃക നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലും അനുകരിക്കേണ്ടതല്ലേ? വേണം. ഒരേ വായ്ത്താരി. ഈ ധീരതയ്ക്ക് പ്രതിഫലമായി ശൗരിക്ക് ചൂരലിന് 4 അടി കൊടുക്കേണ്ടതല്ലേ? വേണം. ഒന്നിച്ച് ആർത്തു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് അബദ്ധം മനസ്സിലായത്. പുരുഷോത്തമൻ സാർ എന്താ ചോദിച്ചത്? ശൗരിക്ക് ചൂരലിന് 4 അടി കൊടുക്കണമെന്നോ? കുട്ടികൾ പരസ്പരം നോക്കി. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പം ശ്രദ്ധിച്ചു കേട്ടിട്ട് വേണം മറുപടി പറയാൻ. അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി വെറുതെ വിളിച്ചു കൂവരുത്. മനസ്സിലായോ? ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ആരും മിണ്ടുന്നില്ല. മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി. കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ശൗരിക്ക് നമ്മൾ ഒരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഹെഡ് മാസ്റ്റർ തിരിഞ്ഞ് പ്യൂൺ മണിയുടെ നേർക്ക് ആംഗ്യം കാട്ടി. മണി ഉടൻ തന്നെ ഒരു പൂമാലയും ഒരു ട്രോഫിയുമായി ഹെഡ് മാസ്റ്ററെ സമീപിച്ചു. ഹെഡ് മാസ്റ്റർ ആദ്യം പൂമാല വാങ്ങി. എന്നിട്ട് കുട്ടികളെ നോക്കി. എല്ലാവരും ഒന്ന് കൈയടിച്ച്. സ്കൂൾ അങ്കണത്തിൽ കരഘോഷം മുഴങ്ങി. ഹെഡ് മാസ്റ്റർ ശൗരിയുടെ കഴുത്തിൽ പൂമാലയിട്ടു. അപ്പോൾ മറ്റധ്യാപകരും കൂടി കൈയടിച്ചു. ശൗരിക്കുട്ടിക്ക് കണ്ണ് നീറുന്ന പോലെ തോന്നി. എവിടെ നിന്നോ നനവ് പടർന്നു പിടിക്കുകയാണ് കണ്ണിൽ. ഇന്നേ വരെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ചൂരൽ കൊണ്ടുള്ള ചുട്ടുപൊള്ളുന്ന, നീറുന്ന, വേദന കൊണ്ട് പിടപ്പിക്കുന്ന സമ്മാനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് ഐറ്റം വേറെയാണ്. അടുത്തതായി ഹെഡ് മാസ്റ്റർ ശൗരിക്ക് ട്രോഫി സമ്മാനിച്ചു. ഷെയ്ക്ക് ഹാൻഡും കൊടുത്തു. അപ്പോഴും കുട്ടികൾ കരഘോഷം മുഴക്കി. തുടർന്ന് അസംബ്ലി പിരിച്ചുവിട്ടതായി ഹെഡ് മാസ്റ്റർ പ്രഖ്യാപിച്ചു. സ്കൂളിൽ അന്നത്തെ ഹീറോ ശൗരിക്കുട്ടിയായിരുന്നു. മറ്റു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ പോലും അവനോട് സംസാരിക്കാൻ താൽപ്പര്യപ്പെട്ടു. അതിനേക്കാളെല്ലാം ശൗരിയെ സന്തോഷിപ്പിച്ചത് മൈക്കൽ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നതാണ്. വെളിക്ക് വിട്ടപ്പോഴും ഉച്ചയ്ക്കും മൈക്കൽ അവൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞു. മൈക്കൽ
തെല്ല് ആരാധനയോടെയാണ് ശൗരിക്കുട്ടിയെ നോക്കിയത്. ശൗരിക്കുട്ടി കടലിൽ കാണിച്ച ധീരകൃത്യത്തിൻ്റെ വിവരണം ശൗരിക്കുട്ടിയിൽ നിന്ന് തന്നെ കേൾക്കാൻ അവൻ ആഗ്രഹിച്ചു. അത് വിവരിച്ചു പറയാൻ ശൗരിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. മൈക്കേലിൻ്റെ പുതിയ കൂട്ടുകാരനും അതുവഴി ശൗരിക്കുട്ടിയുടെ എതിരാളിയുമായി തീർന്ന പീറ്റർ അന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ കൂടി വേണ്ടിയിരുന്നെന്ന് ശൗരിക്കുട്ടി ആഗ്രഹിച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ട ഉടനെ ശൗരിക്കുട്ടി ഒരിടത്തും തങ്ങാതെ വീട്ടിലേക്ക് ഓടി. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്ക് കയറി. എന്തോ ആപത്ത് പറ്റിയിട്ടുള്ള വിളിയാണോ എന്ന് സംശയിച്ച് എമിലി തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. തിണ്ണയിലേക്ക് ചാടിക്കയറി ശൗരി സ്കൂൾ ബാഗ് താഴെയിട്ടിട്ട് കയ്യിലിരുന്ന ട്രോഫി എമിലിയെ കാണിച്ചു. ഇത് കണ്ടോ, സ്കൂളിൽ നിന്ന് ഹെഡ്മാഷ് തന്നതാ അസംബ്ലി കൂടിയപ്പം. ഇതെന്തിനാ, നീ വല്ല മത്സരവും ജയിച്ചോ? ഇല്ലമ്മ, ഞാനിന്നലെ കടലിൽ നിന്ന് ഒരു പെൺകുട്ടീനെ രക്ഷിച്ചില്ലേ, അതിന് സമ്മാനം തന്നതാ. അവൻ രാവിലെ സ്കൂളിലുണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. കൈമടക്കിലിട്ടിരുന്ന ചെറിയ പൂമാലയും ഉയർത്തിക്കാണിച്ചു. ഹെഡ്മാഷ് ഇതെൻ്റെ കഴുത്തിലിട്ട് തന്നു. എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. എമിലിക്ക് ഇതിൽ പരം ഒരാനന്ദമില്ല. തൻ്റെ മകന് ഇങ്ങനെയെങ്കിലും ഒരംഗീകാരം കിട്ടിയല്ലോ. ഇതുവരേക്കും എല്ലായിടത്തും പിന്തള്ളപ്പെട്ടവനായിരുന്നു അവൻ. എല്ലായിടത്തും പരിഹസിക്കപ്പെട്ടവനായിരുന്നു. എല്ലായിടത്തും അപമാനിക്കപ്പെട്ടവനുമായിരുന്നു. തന്തയില്ലാത്തവൻ, അമ്മ പിഴച്ചുണ്ടായവൻ, ജാരസന്തതി. എമിലി തൻ്റെ മകനെ ചേർത്ത് പിടിച്ചു. അമ്മയ്ക്ക് സന്തോഷമായിട്ടോ. അവൾ അവൻ്റെ നെറുകയിൽ ചുണ്ടുകൾ അർപ്പിച്ചു. കുഞ്ഞിൻ്റെ തിണ്ണയിലേക്ക് വന്നപ്പോൾ എമിലി അവരെ ട്രോഫിയും പൂമാലയും കാണിച്ച് വിവരം പറഞ്ഞു. ഓ, കാശൊന്നും തന്നില്ലേ അവർ? ഇതുകൊണ്ടെന്താ കാര്യം? ദാഹിക്കുമ്പോൾ ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാനെങ്കിലും കൊള്ളോ ഈ സാധനം? കുഞ്ഞന്ന അതിനത്ര വില കൊടുത്തില്ല. അമ്മ, ഇതിൻ്റെ അടപ്പ് തുറന്നാൽ മതി. പള്ളിയിലെ കാസ പോലിരിക്കും. വീഞ്ഞു കുടിക്കാം ഇതിനകത്തുനിന്ന്. കുർബാനയുടെ നേരത്ത് പള്ളിയിലച്ഛൻ കാസയിൽ നിന്ന് അങ്ങനെ വീഞ്ഞു കുടിക്കുന്നത് ശൗരിക്കുട്ടി കണ്ടിട്ടുണ്ട്. കൊള്ളാം, ഇനി വീഞ്ഞിൻ്റെ കുറവും കൂടിയേ ഉള്ളൂ. കുഞ്ഞന്നെ പിറുപിറുത്തു. എമിലി ആ ട്രോഫിയും പൂമാലയും തിരുക്കുടുംബത്തിൻ്റെയും വിശുദ്ധരുടെയും രൂപങ്ങളിരിക്കുന്ന പലകത്തട്ടിൽ തന്നെ വെച്ചു. പൂമാല സെബസ്ത്യാനോസ് പുണ്യാളച്ചൻ്റെ രൂപത്തിലിട്ടു. അതൊക്കെ അവിടെ കയറ്റി വയ്ക്കണ്ടായിരുന്നു. കർത്താവിൻ്റെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും കൂടെ. ആ ചോദ്യത്തിനൊപ്പം കുഞ്ഞന്നയുടെ പുരുകക്കുടി ഉയർന്നു. അത് കർത്താവിന് സമർപ്പിച്ചതാ അമ്മേ. ആ ഉത്തരം കൊണ്ട് എമിലി ആ ചോദ്യത്തിൻ്റെയും കുഞ്ഞന്നയുടെ പുരുകക്കുടിയുടെയും മുനയൊടിച്ചു കളഞ്ഞു. ശൗരിക്കുട്ടി അടുത്ത ദിവസം വലിയ പ്രത്യാശയിലാണ് സ്കൂളിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അവന് നിരാശ തോന്നി. ഇന്നലത്തെ താരപരിവേഷമൊന്നും ഇന്ന് തനിക്കില്ലെന്ന് പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി. ഒറ്റ ദിവസം കൊണ്ട് അവനെ എടുത്ത് വാനോളം ഉയർത്തിയ ശേഷം അടുത്ത നാൾ താഴെ നിർത്തിയിരിക്കുന്നു. രാവിലെ ക്ലാസ്സിലെത്തി ബാഗ് ബെഞ്ചിൽ വെച്ച ശേഷം അവൻ അടുത്ത ഡിവിഷനിലേക്ക് ചെന്നു. ഇന്ന് പീറ്റർ വന്നിട്ടുണ്ട്. മൈക്കേൽ അവൻ്റെ തോളത്ത് കൈയിട്ട് വർത്തമാനം പറയുന്നു. ശൗരിക്കുട്ടി അടക്കാനാവാത്ത മനോവിഷമത്തോടെ തിരികെ പോന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം ശൗരിക്കുട്ടി വീണ്ടും മൈക്കേലിൻ്റെ അടുത്തെത്തി. അപ്പോൾ പീറ്റർ അവൻ്റെ കൂടെയില്ലായിരുന്നു. നീ പീറ്ററിനോട് കൂട്ടുകൂടണ്ടാട്ടോ, എനിക്കിഷ്ടമല്ല. ശൗരിക്കുട്ടി തൻ്റെ നിവേദനം മൈക്കേലിന് മുൻപിൽ സമർപ്പിച്ചു. ഞാൻ നിന്നോട് കൂട്ടുകൂടുന്നത് പീറ്ററിനും ഇഷ്ടമല്ല, മൈക്കേൽ പറഞ്ഞു. നമ്മൾ തമ്മിലല്ലായിരുന്നോ ആദ്യം കൂടിയത്? അത് ശരിയാ, പക്ഷേങ്കിൽ പീറ്റർ ഇപ്പം എൻ്റെ ക്ലാസ്സിലല്ലേ. ഞങ്ങൾ ഒന്നിച്ചായിരിക്കണേ. എനിക്കിഷ്ടമല്ല മൈക്കേലെ. ഞാൻ എന്നാ ചെയ്യാനാ? മൈക്കേൽ കൈമലർത്തി. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കെ പീറ്റർ അങ്ങോട്ട് വന്നു. വന്നയുടനെ അവൻ മൈക്കേലിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇവൻ്റെ അടുത്ത് പിന്നെയും കൂട്ടുകൂടാൻ പോണേ? നീ ഇങ്ങ് വാ. മൈക്കേൽ എൻ്റെ കൂടെ കൂടണേന് നിനക്കെന്നാ? ശൗരി കുപിതനായി. നീ പോടാ, നീ ആരാ? ഞങ്ങൾ തമ്മിലാ കൂട്ട്. പീറ്റർ അവനെ വെല്ലുവിളിച്ചു. എന്നിട്ട് ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് എടുത്ത് ശൗരിയെ കാണിച്ച ശേഷം അത് മൈക്കേലിന് കൊടുത്തു. ഊണിന് ശേഷം അത് വാങ്ങാൻ പോയതായിരുന്നു പീറ്റർ. ഇവൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേടാ? പീറ്റർ ശൗരിയെ നോക്കിയിട്ട് പരിഹാസത്തിൽ ചോദിച്ചു. ഉവെന്ന് മൈക്കേൽ തലകുലുക്കി. ശൗരി അതിലെന്തോ കൊനഷ്ടു മണത്തു. മൈക്കേലെ, എൻ്റെ കാര്യം എന്നതാ പറഞ്ഞത് പീറ്റർ നിന്നോട്? ഒന്നുമില്ല. മൈക്കേൽ തല വിറപ്പിച്ചു. അല്ല, ഉണ്ട്. എന്നതാണേലും നീ പറ. ഒന്നുമില്ലടാ. മൈക്കേൽ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. പീറ്റർ തിരിഞ്ഞ് ശൗരിക്കുട്ടിയുടെ മുന്നിലേക്ക് വന്നു. എടാ ശൗരി, നിനക്ക് തന്തയുണ്ടോടാ? എനിക്കുണ്ട്. മൈക്കേലിനുണ്ട്. നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറ, ആരാ? ശൗരിക്കുട്ടി സ്തംഭിച്ചു പോയി. ഈ മൈക്കേലിന് അറിയത്തില്ലായിരുന്നു. ഇപ്പം അവനും അറിയാം. നീ ശരിക്കും തന്തയില്ലാത്തവനല്ലേ? ശൗരിക്കുട്ടിക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു അത്. ഇത്രയും വലിയൊരു അവഹേളനം. ശൗരി ഒറ്റക്കുതിപ്പിന് പീറ്ററിൻ്റെ ഷട്ടിൽ പിടികൂടി.
അവൻ്റെ തലയ്ക്ക് ഒരടി കൊടുത്തു. പീറ്റർ ഉടനെ തിരിച്ചടിച്ചു. ശൗരി പീറ്ററെ ചവിട്ടി. പീറ്റർ അവനെ കാലുവെച്ച് മറിച്ചിട്ടു. ശൗരി നിലത്ത് കിടന്ന് പീറ്ററിൻ്റെ കാലിൽ പിടിച്ചു വലിച്ച് താഴെയിട്ടു. രണ്ടുപേരും നിലത്ത് കിടന്നായി ഗുസ്തി. സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടാളും കെട്ടിമറിഞ്ഞു. കൈകൊണ്ടും കൈമുട്ടുകൊണ്ടും പരസ്പരം ഇടിച്ചു. രണ്ടു കാലുകളെ കൊണ്ട് തൊഴിച്ചു. പീറ്ററിനായിരുന്നു ശൗരിയേക്കാൾ വലുപ്പവും കരുത്തും. എന്നാൽ ശൗരി വാശിയും പകയും കൊണ്ട് കാട്ടുപൂച്ചയെപ്പോലെ പൊരുതി. പീറ്ററിൻ്റെ കഴുത്തും കവിളും മാന്തിക്കീറി. മൈക്കൽ ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിന്നു. അടിപിടി കണ്ട് മറ്റു കുട്ടികൾ അവിടേക്ക് ഓടിക്കൂടി. അപ്പോഴേക്കും ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടിച്ചു. കുട്ടികൾ ചിതറിയോടി. അവരവരുടെ ക്ലാസ്സുകളിൽ ചെന്ന് കയറി. ശൗരിയും പീറ്ററും അടിപിടി നിർത്തി എഴുന്നേറ്റു. രണ്ടുപേരുടെയും യൂണിഫോമിലും ദേഹത്തും തലയിലും നിറയെ മണ്ണ് പുരണ്ടിട്ടുണ്ടായിരുന്നു. നിന്നെ ഞാൻ എടുത്തോളാടാ പട്ടി. പീറ്റർ ശൗരിയെ നോക്കി പല്ലിറുമി. നീ എടുക്കാൻ വാ, ഞങ്ങളുടെ കടപ്പുറത്തോട്ട് വാടത്തിൻ്റെ. ശൗരിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. പീറ്റർ തൻ്റെ യൂണിഫോമിലും ദേഹത്തും പുരണ്ട പൂഴിമണൽ തട്ടിക്കളയാൻ ശ്രമിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് പോയി. അവൻ്റെ കവിളത്തും കഴുത്തിലും ശൗരിയുടെ നഖം കൊണ്ട് ചോര പൊടിയുന്നുണ്ടായിരുന്നു. ശൗരിയുടെ കാൽമുട്ടിലും കാൽപാദത്തിലുമായിരുന്നു പരിക്ക്. അവൻ്റെ ഷർട്ടിൻ്റെ 2 ബട്ടൺസ് പൊട്ടി. ശൗരി യൂണിഫോമും ദേഹവുമെല്ലാം തട്ടിക്കുടഞ്ഞു. അഗസ്റ്റിൻ സാർ എത്തിക്കഴിഞ്ഞു. ശൗരിയെ അഗസ്റ്റിൻ സാർ അടിമുടി നോക്കി. നീ എവിടെ പോയടാ? പന്നിത്തൊഴുത്തിലായിരുന്നോടാ? അഗസ്റ്റിൻ സാർ അവനെ നോക്കി കണ്ണുരുട്ടി. ഞാൻ പുറത്തുണ്ടായിരുന്നു. ആരുടെ പുറത്ത്? പറയടാ. കാട്ടുപോത്തിൻ്റെ പുറത്തോ? സാറേ, ഇവനുണ്ടല്ലോ, ഈ ശൗരി. ഇവന് 4C പീറ്ററുമായിട്ട് ഭയങ്കര അടിയായിരുന്നു. മുൻബെഞ്ചിലിരുന്ന CP രാഹുൽ താൻ കണ്ട അടികലശലിൻ്റെ ചിത്രം പരിമിതമായ വാക്കുകളിലൂടെ അഗസ്റ്റിൻ സാറിനെ വരച്ചു കാണിച്ചു കൊടുത്തു. അഗസ്റ്റിൻ സാർ ചൂരലുമായി ശൗരിയെ സമീപിച്ചു. എന്തിനാടാ തല്ലുണ്ടാക്കിയത്? പീറ്റർ എന്നെ ചീത്ത വിളിച്ചു. എന്ത് ചീത്ത? ശൗരിക്കുട്ടി പറയാൻ മടിച്ചു. പറയടാ, എന്ത് ചീത്തയെ വിളിച്ചേ? ഒടുവിൽ ശൗരിക്കുട്ടിക്ക് പറയേണ്ടി വന്നു. എന്നെ തന്തയില്ലാത്തവനെന്ന് വിളിച്ചു. അത് കേട്ടതും അഗസ്റ്റിൻ സാറിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങിയത് ശൗരിക്കുട്ടി കണ്ടു. അവിടം കണ്ട് തീരേണ്ട പ്രശ്നമാണ്. പക്ഷേ അഗസ്റ്റിൻ സാർ ഒരു ചോദ്യം അവൻ്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു. നിനക്ക് തന്തയുണ്ടോ? ശൗരി മിണ്ടിയില്ല. ഉണ്ടോടാ? ആക്രോശമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം നോട്ടം തന്നിലാണെന്ന് ശൗരി കണ്ടു. വലിയ അപമാനം നേരിടാൻ പോവുകയാണ്. ഉണ്ട്, ശൗരി പറഞ്ഞു. ആരാടാ നിന്റെ തന്ത? ശൗരി ഒന്ന് അറച്ചു. പിന്നെ അമ്മയോർത്തു. ജീസസ്. അവൻ പറഞ്ഞു. ജീസസോ? എന്താടാ അയാൾക്ക് ജോലി? മരപ്പണിക്കാരനാ. അഗസ്റ്റിൻ സാറിൻ്റെ നോട്ടം കൂർത്തു. എവിടെയാടാ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം? നസ്രത്തിലാ. ശൗരി ഒട്ടും കൂസാതെ പറഞ്ഞു. അവൻ്റെ തല താഴുകയില്ലെന്ന് അഗസ്റ്റിൻ സാറിന് മനസ്സിലായി. നാളെ നിന്റെ ആ തന്തയുണ്ടല്ലോ, മരപ്പണിക്കാരൻ, അയാളെ വിളിച്ചോണ്ട് വന്ന് എന്നെ കണ്ടിട്ടേ ക്ലാസ്സിൽ കയറാവോ, കേട്ടോടാ. അഗസ്റ്റിൻ സാർ ഉഗ്രശാസന പുറപ്പെടുവിച്ചു. ശൗരിക്കുട്ടി ഉവെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. കൈ നീട്ടടാ. ശൗരിക്കുട്ടി കൈ നീട്ടി. അഗസ്റ്റിൻ സാർ ചൂരൽ വടി വായുവിൽ ചുഴറ്റി. 1, 2, 3. കൈപ്പത്തിയിൽ ഒന്നിനു പിറകെ ഒന്നായി അടി വീണുകൊണ്ടേയിരുന്നു. ഉച്ചയ്ക്ക് വല്ലതും തിന്നിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ളതിന് പകരം സ്കൂൾ ഗ്രൗണ്ടിൽ കിടന്ന് ഗുസ്തിയും അടിപിടിയും. മറ്റേ കൈ നീട്ടടാ. ശൗരിക്കുട്ടി അടുത്ത കൈ നീട്ടി. 1, 2, 3, 4, 5. കൈ കഴിച്ചപ്പോൾ അഗസ്റ്റിൻ സാർ നിർത്തി. കയറി നിൽക്കടാ ബെഞ്ചിൻ്റെ മുകളിൽ. ശൗരിക്കുട്ടി ഒന്നറച്ചു. നിന്നോടാ പറഞ്ഞത് കയറി നിൽക്കാൻ. അഗസ്റ്റിൻ സാർ ചൂരൽ വളച്ച് അവൻ്റെ തോളത്ത് ഒരടിയടിച്ചു. ശൗരിക്കുട്ടി ബെഞ്ചിന് മീതെ കയറി നിന്നു. നിന്റെ സ്കൂൾ ബാഗ് എടുത്തു പിടിച്ചോണ്ട് നിൽക്കടാ. ശൗരിക്കുട്ടിക്ക് അനുസരിക്കുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. ബെഞ്ചിന് മീതെ കയറി നിന്ന ശൗരിയെ ആ ക്ലാസ്സിലുള്ളവർ മാത്രമല്ല, ക്ലാസ്സുകളെ വേർതിരിക്കുന്ന സ്ക്രീനിൻ്റെ മുകളിലൂടെ അടുത്ത ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കും ടീച്ചർമാർക്കും കാണാമായിരുന്നു. ശൗരിയുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇടയ്ക്കിടെ അവനെ നോക്കി ചിരിച്ചു. ഇടതും വലതുമുള്ള ക്ലാസ്സുകളിലെ കുട്ടികളും ഇടയ്ക്ക് അവനെ നോക്കി വിരൽ ചൂണ്ടുകയും രഹസ്യമായി ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റു ക്ലാസ്സിലെ അധ്യാപകരുടെ നോട്ടങ്ങളും ഇടയ്ക്കിടെ അവന് തൊട്ടുഴിഞ്ഞു കടന്നുപോയി. ശൗരിക്കുട്ടി തല താഴ്ത്തി തന്നെ നിന്നു. ഇന്നലെ അസംബ്ലിക്ക് മുന്നിൽ സ്കൂൾ വരാന്തയിൽ സകല വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുൻപാകെ അഭിനന്ദനങ്ങളും ട്രോഫിയും ഏറ്റുവാങ്ങി പ്രശംസിക്കപ്പെട്ടവനാണ് താനെന്ന ഓർമ്മ അവൻ്റെ മനസ്സിടിച്ചു കളഞ്ഞു. അവൻ്റെ കണ്ണിൽ നിന്ന് വല്ലപ്പോഴും ഓരോ കണ്ണുനീർത്തുള്ളി കവിളത്തേക്ക് വലിച്ചിറങ്ങി. ഇത് ഈ സ്കൂളിൽ, ഈ ക്ലാസ്സിൽ തൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് ശൗരിക്കുട്ടി മനസ്സിലുറപ്പിച്ചു. അധ്യായം 34. സ്കൂൾ വിട്ടയുടനെ കുട്ടികളെല്ലാം ചാടിയോടി. ബ്ലാക്ക് ബോർഡിന് പിന്നിലെ ജനൽപ്പടിയിൽ നിന്ന് കുടയും ബാഗും എടുത്തു പോകാൻ നേരം അഗസ്റ്റിൻ സാർ ശൗരിക്കുട്ടിയോട് പറഞ്ഞു. താഴെ ഇറങ്ങടാ.
ശൗരിക്കുട്ടി ഇറങ്ങിയില്ല. എന്നാ നീ അവിടെ തന്നെ നിന്നോ. അഗസ്റ്റിൻ സാർ ക്ലാസ് മുറി വിട്ടു പോയ ശേഷമാണ് ശൗരിക്കുട്ടി ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയത്. കുറേ കുട്ടികൾ അവനെ നോക്കി വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചേഴ്സ് പോയി കഴിഞ്ഞതോടെ അവർ അവനെ കൂക്കി വിളിച്ചു. ശൗരിക്കുട്ടി അവർക്കിടയിൽ പീറ്ററിനെയും കണ്ടു. ബാഗ് തുറന്ന് റൂൾ പെൻസിൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ശൗരിക്കുട്ടി ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയത്. കുട്ടികളെല്ലാം പല സംഘങ്ങളായും ഒറ്റതിരിഞ്ഞും റോഡിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അപൂർവം ചിലർ സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പീറ്റർ നടന്നു പോകുന്നതിന് പിന്നിലായിട്ടാണ് ശൗരിക്കുട്ടി നടന്നത്. പീറ്റർ അർത്തുങ്കൽ ഭാഗത്തേക്കും ശൗരി ചെല്ലി ഭാഗത്തേക്കും നടന്നു പോകാനുള്ളതാണ്. റോഡിലിറങ്ങിയ ഉടനെ പീറ്റർ നേരെ വടക്കോട്ട് നടന്നു. ശൗരിക്കുട്ടി ഒറ്റ കുതിപ്പ് അവൻ്റെ പുറകിലെത്തി. എടാ എന്ന് ആക്രോശിച്ചു. പീറ്റർ തിരിഞ്ഞു നോക്കിയ നിമിഷം പെൻസിൽ കൊണ്ട് അവൻ്റെ വയറ്റത്ത് ആഞ്ഞൊരു കുത്തുകുത്തി. പീറ്റർ കാരക്കരഞ്ഞ് വയർ പൊത്തിപ്പിടിച്ച് നിലത്തിരുന്നു പോയി. ശൗരിക്കുട്ടി വെട്ടിത്തിരിഞ്ഞ് തെക്കും ഭാഗത്തേക്ക് ഓടി. കുറേ ഓടിയിട്ട് ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. ആ കുത്തിന് ശക്തി കൂടിപ്പോയെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. പീറ്റർ ചത്തുപോയി കാണുമോ? പെൻസിലിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് പോലും നോക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തിരിഞ്ഞ് ഓടുന്നതിനിടയിൽ തുടയിൽ കൈതട്ടി പെൻസിൽ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശൗരിക്കുട്ടി പത്രത്താളുകളിൽ കുത്തിക്കൊന്ന വാർത്ത വായിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയായിരിക്കുമോ ആ കുത്തിക്കൊലകൾ? പീറ്റർ വയർ പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഇരിക്കുന്നത് താൻ കണ്ടതാണ്. ശൗരിക്കുട്ടി തൻ്റെ കൈവിരലുകൾ നോക്കി. ഇല്ല, ചോരപ്പാടൊന്നുമില്ല. വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ലെന്ന് കണ്ട് ശൗരിക്ക് ആശ്വാസമായി. എല്ലാവരും കടപ്പുറത്തെ ചായക്കടയിലായിരിക്കും. 2 ദിവസമായി കടലിൽ പണിയുള്ള കാര്യം കുഞ്ഞെന്നെ പറഞ്ഞ് അവൻ രാവിലെയും കേട്ടതാണ്. ഡെന്നിച്ചനും ജാനറ്റും എത്തിച്ചേർന്നിട്ടില്ല. അവർ രണ്ടുപേരും പ്രൈമറി ലെവൽ കഴിഞ്ഞതിനാൽ അർത്തുങ്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. താൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയെന്ന് ബോധ്യപ്പെടുത്താനായി സ്കൂൾ ബാഗ് മുറിയിലെ ബെഞ്ചിൽ വെച്ച ശേഷം ശൗരിക്കുട്ടി കടപ്പുറത്തേക്കോടി. പതിവ് പോലെ ചായക്കടയിലേക്ക് പോകാതെ മീൻ പരത്തുന്ന ഭാഗത്തേക്കായിരുന്നു അവൻ്റെ നടത്തം. കുറേ ദൂരം നടന്നുപോയി. അവൻ പുലിമുട്ടിനു മീതെ കയറിയിരുന്നു. അവിടെ ഇരുന്നാൽ ചെല്ലിക്കടപ്പുറം മാത്രമല്ല, ദൂരെ അർത്തുങ്കൽ കടപ്പുറവും കാണാം. ചെല്ലിക്കടപ്പുറത്ത് അപ്രതീക്ഷിതമായ എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ ഇരുന്ന് തിരിച്ചറിയാം. ഒരു പക്ഷേ പീറ്റർ ചത്തിട്ടില്ലെങ്കിൽ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ അപ്പൻ ഇറച്ചിവെട്ടുകാരൻ ഇറച്ചിവെട്ടുന്ന കത്തിയുമായി പാഞ്ഞു വന്നേക്കാം. എവിടെ ശൗരി? എൻ്റെ മകനെ കുത്തിയവനെവിടെ? അവനെ ഞാൻ കൊല്ലും. അയാൾ ആ പരിസരത്തെല്ലാം തന്നെ തേടി പാഞ്ഞു നടന്നേക്കാം. പക്ഷേ പിടികൊടുക്കരുത്. താൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടുപിടിച്ചാൽ പോലും അയാൾ അടുത്തെത്തും മുൻപേ ഓടി രക്ഷപ്പെടണം. കാരക്കാട്ടുകാരുടെ തെങ്ങും പറമ്പിനെ 2ആയി പകുത്ത് ഒഴുകുന്ന തോടിന് നേർക്ക് ഓടണം. ഇറച്ചിവെട്ടുകാരൻ പിന്നാലെ വരുമ്പോൾ തോട്ടിൽ ചാടി നീന്തി മറുകര പിടിക്കണം. അയാളും തോട്ടിൽ ചാടി നീന്തി പിറകെ വന്നാലോ? പിന്നെ കടൽ തന്നെ ശരണം. കടലിൽ ചാടി നീന്തുക. പലയിടത്തായി വള്ളങ്ങൾ നങ്കൂരമിട്ട് കിടപ്പുണ്ട്. അവയിൽ ഏതെങ്കിലും മുന്നിൽ നീന്തി കയറുക. കടലിൽ ചാടി നീന്താനുള്ള ധൈര്യം ആ ഇറച്ചിവെട്ടുകാരന് ഉണ്ടാവില്ല. നേരം സന്ധ്യയാകുന്നതുവരെ ഇരുന്നിട്ടും കടപ്പുറത്ത് പ്രത്യേകിച്ചൊരു ചലനവും ദൃശ്യമായില്ല. ശൗരി വീട്ടിലേക്ക് പോയി. ഇരുട്ട് വീണാൽ അമ്മ പേടിച്ച് തെരച്ചിലിനിറങ്ങുമെന്ന് അവനറിയാം. വീട്ടിൽ ചെന്നപാടെ ശൗരി തിണ്ണയുടെ മൂലയ്ക്ക് ചെന്ന് അവശനെപ്പോലെ ഇരുന്നു. ജാനറ്റും ഡെന്നിച്ചനും മുറ്റത്തുനിന്ന് ഇതുവരെ കളിച്ചു കയറിയിട്ടില്ല. എമിലി ശൗരിയെ കണ്ടയുടനെ അവൻ്റെ നേർക്ക് തുറച്ചു നോക്കി അല്പനേരം നിന്നു. നീ എവിടെ പോയി ശൗരിക്കുട്ടി? കടപ്പുറത്ത്. നിന്നെ അവിടെങ്ങും കണ്ടില്ലല്ലോ. ഞാൻ പുലിമുട്ടേ പോയി. ചൂണ്ടയ്ക്ക് പോയതാ? അല്ല, ചുമ്മാ. ഇത്രയും നേരം നീ പുലിമുട്ടേ പോയിരുന്നോ? ഉവ്വ്. എന്നാ കാര്യം? ഒന്നുമില്ല. ഇന്ന് സ്കൂളിൽ എന്താ ഉണ്ടായേ? ശൗരിയുടെ നെഞ്ചിലൊരു കത്തലുണ്ടായി. അമ്മ അറിഞ്ഞോ? ആര് പറഞ്ഞു? ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ? ശൗരിക്കുട്ടി മിണ്ടിയില്ല. ഇനി അങ്ങോട്ട് സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ട്. നിന്നെ ബെഞ്ചുമേ കയറ്റി നിർത്തിയോ? അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ അയൽപ്പക്കത്ത് തൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന പല കുട്ടികളുണ്ട്. അവരാരെങ്കിലും ആയിരിക്കും വിവരം അമ്മയുടെ ചെവിയിലെത്തിച്ചത്. ശൗരി മിണ്ടാതിരിക്കുന്നത് കണ്ട് എമിലി വീണ്ടും ചോദിച്ചു, എന്തിനാടാ നിന്നെ ബെഞ്ചുമേ കയറ്റി നിർത്തിയത്? അടി കൂടിയിട്ടാ. ആരോട്? പീറ്ററില്ലേമ്മ, അർത്തുങ്കലെ ഇറച്ചിവെട്ടുകാരൻ്റെ അവിടുത്തെ അവൻ. അമ്മ ദേഷ്യത്തിലൊന്നുമല്ല എന്ന് കണ്ടപ്പോൾ ശൗരിക്കുട്ടി എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. മൈക്കലിൻ്റെ പേരിലാണ് പീറ്ററുമായി അടി കൂടിയതെന്നറിഞ്ഞപ്പോൾ എമിലി അവനെ ഗുണദോഷിച്ചു. നീ എന്തിനാടാ മൈക്കലിൻ്റെ പുറകെ നടക്കണത്? അവനെ വിട്ടുകള. അവൻ വേറെ ക്ലാസ്സിലല്ലേ. അതിനല്ലമ്മേ, പീറ്റർ മൈക്കലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഞാൻ തന്തയില്ലാത്തവനാണെന്ന്.
ഇത്തവണ എമിലിയുടെ നെഞ്ചിലാണ് കൊള്ളിയാൻ പാഞ്ഞത്. നീ തന്തയില്ലാത്തവനല്ലല്ല, പിന്നെന്താ? എന്നാലും എല്ലാവരും പറയണുണ്ടല്ലമ്മ. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ജീസസ് നിന്റെ അപ്പൻ. അത് ഞാൻ സാറിൻ്റെ അടുത്തും പറഞ്ഞു. എന്നിട്ട് നസ്രത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ബെഞ്ചിന്മേൽ കയറി നിൽക്കാൻ പറഞ്ഞ്. ആ സാറിനെ ഒന്ന് കാണണമല്ലോ. എമിലി രോഷാകുലയായി. വേണ്ടമ്മ, ആ സാറ് കാരക്കാട്ടയാ. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണ് തൻ്റെ മകനെ തേജോവധം ചെയ്തതെന്ന് എമിലിക്ക് ബോധ്യമായി. എമിലി ശൗരിക്കുട്ടിയുടെ അരികെ ചെന്നിരുന്നു. നാളെ മരപ്പണിക്കാരനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ക്ലാസ് കയറിയാൽ മതിയെന്ന്. അതൊന്നും എൻ്റെ മോൻ കണക്കാക്കണ്ട. ഞാൻ വരാമല്ലോ നാളെ സ്കൂളിൽ. വേണ്ട, അമ്മ വരണ്ട. അതെന്നാടാ? പീറ്ററിൻ്റെ അപ്പനോ അമ്മയോ വന്നെങ്കിൽ മാത്രം അമ്മ വന്നാൽ മതി. അവനോട് പറഞ്ഞിട്ടുണ്ടോ അപ്പനെ വിളിച്ചോണ്ട് വരാൻ? ഇല്ല, അവനോടൊന്നും ചോദിച്ചില്ല. അവനെ തല്ലിയില്ല, അവനെ ബെഞ്ചിന്മേൽ കയറ്റി നിർത്തിയില്ല. ഞങ്ങൾ 2 പേരും കൂടിയല്ലേ അടികൂടിയത്. ശൗരിക്കുട്ടിയുടെ നീതിബോധത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മ വന്നില്ലെങ്കിൽ നിന്നെ ക്ലാസ് കയറ്റോ? കയറ്റിയില്ലെങ്കിൽ വേണ്ടമ്മ, ഞാൻ പഠിക്കണില്ല. പഠിക്കുന്നില്ലെന്നോ? എമിലി ഞെട്ടിപ്പോയി. നീ എന്താ മോനെ ഇങ്ങനെ പറയണത്? പഠിച്ചില്ലെങ്കിൽ എൻ്റെ മോന് രക്ഷപ്പെടാൻ പറ്റുമോ? എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? ശൗരിക്കുട്ടി കൂസലില്ലാതെ ഇരിക്കുകയാണ്. എമിലി പിന്നെയും അവനെ ഉപദേശിച്ചു. ആരെന്തു പറഞ്ഞാലും എങ്ങനെയൊക്കെ പെരുമാറിയാലും എൻ്റെ മോൻ പഠിപ്പ് നിർത്തരുത്. പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. എൻ്റെ മോൻ പഠിച്ച് വലിയ ആളാകണം, സ്ഥലങ്ങൾ വാങ്ങണം, കാരക്കാടന്മാരെ പോലെ വലിയ വീട് വയ്ക്കണം, മിന്നിത്തിളങ്ങുന്ന കാറ് വാങ്ങണം, അതിൽ കയറി ഈ കടപ്പുറത്ത് വന്നിറങ്ങണം, ആളുകൾ അതിശയത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കണം. അയ്യോ, നമ്മുടെ പഴയ ശൗരിക്കുട്ടിയല്ലേ അത്? അവനിപ്പം ആരാണെന്നറിയോ? അവൻ്റെ അടുത്ത് ചെല്ലാൻ പോലും നമുക്കൊന്നും യോഗ്യതയില്ല. എങ്ങനെ ശൗരിക്കുട്ടി നീ ഇത്ര ഉയരത്തിലെത്തി? ആരെങ്കിലും ചോദിച്ചാൽ പറയണം, എൻ്റെ അമ്മയുണ്ടല്ലോ എമിലി, എൻ്റെ അമ്മയെ കഷ്ടപ്പെട്ട് വളർത്തി എന്നെ ഇത്രടം വരെ എത്തിച്ചത്. എന്നിട്ട് അമ്മയുടെ കൈക്ക് പിടിച്ച് കാറിൽ കയറ്റി അരികെ ഇരുത്തിക്കൊണ്ടു പോകണം. എമിലി തനിക്കറിയാവുന്ന വാക്കുകളിലും വികാരങ്ങളിലും ശൗരിക്കുട്ടിക്ക് അതെല്ലാം പറഞ്ഞു കൊടുത്തു. എൻ്റെ മോനെ, ഒരിക്കലും പഠിപ്പ് നിർത്തല് കേട്ടാ. അമ്മ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? എന്നിട്ടും ശൗരിക്കുട്ടിയുടെ മുഖം തെളിഞ്ഞില്ല. അവൻ്റെ കണ്ണിലെ ഉദാസീനത മാഞ്ഞതുമില്ല. അവൻ അപ്പോഴും ബെഞ്ചിന്മേൽ കയറി നിൽക്കുകയായിരുന്നു. അവൻ്റെ കൈവെള്ളയിൽ ചൂരൽ ആഞ്ഞു പതിഞ്ഞുകൊണ്ടിരുന്നു. അഗസ്റ്റിൻ സാർ, ആരടാ നിന്റെ തന്ത എന്ന് കളിയാക്കി ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഹൃദയം കവർന്ന കളിക്കൂട്ടുകാരൻ മൈക്കേൽ അവനെ ഉപേക്ഷിച്ച് പീറ്ററിനോടൊപ്പം നടന്നു പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ എണീറ്റ ശൗരിക്കുട്ടി കടപ്പുറത്തും തോട്ടിലുമൊക്കെ പോയിട്ട് സ്കൂളിൽ പോകാൻ തിരിച്ചു വന്നു. കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൂൾ യൂണിഫോം എടുത്ത് ധരിച്ചു കഴിഞ്ഞു. എമിലിക്ക് ആശ്വാസമായി. ശൗരിക്കുട്ടി സ്കൂളിൽ പോകാൻ തന്നെ തീരുമാനിച്ചല്ലോ. ഡെന്നിച്ചനും ജാനറ്റും നേരത്തെ പോയി. അവർക്ക് അർത്തുങ്കൽ സ്കൂളിലാണ് പോകേണ്ടത്. ശൗരിക്കുട്ടി സ്കൂൾ ബാഗുമെടുത്ത് പോകാൻ നേരം എമിലി അവൻ്റെ അരികെ ചെന്ന് പറഞ്ഞു, എൻ്റെ മോൻ ആരോടും വഴക്കിനൊന്നും നിൽക്കണ്ട കേട്ടോ. ആരോടും വല്ല കൂട്ടിനും പോണ്ട. എത്ര കൂട്ടുകൂടിയാലും അടുത്ത കൊല്ലം പിരിയുവല്ലേ. വേറെ വേറെ സ്കൂളിലേക്ക് പോകുമല്ലോ. അവിടെ ചെല്ലുമ്പം ഇതിനേക്കായാലും നല്ല കൂട്ടുകാരെ കിട്ടും. പിന്നെന്താ? ശൗരിക്കുട്ടി അനങ്ങാതെ നിന്ന് കേട്ടു. കാരക്കാട്ടെ സാറ് ക്ലാസ് കയറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറ. ഞാൻ പോയി കണ്ടോളാം സാറിനെ, കേട്ടാ? അതിനും ശൗരിക്കുട്ടി മൂളിയില്ല. ആശങ്കയോടെയാണ് എമിലി അവനെ സ്കൂളിലേക്ക് അയച്ചത്. ശൗരിക്കുട്ടി ഉദാസീനായി നടന്നുപോയി. മെയിൻ റോഡിലെത്തിയിട്ട് വടക്കോട്ട് നടക്കുന്നതിന് പകരം അവൻ തെക്കോട്ട് നടന്നു. പാളത്തിന് അടുത്തെത്തിയ ശേഷം അവൻ വലതുവശത്തെ കാട് പിടിച്ച തെങ്ങുംപറമ്പിലേക്ക് ഇറങ്ങി. കാട്ടുപൊന്തകൾക്കിടയിലൂടെ തോട്ടുപക്കത്തെത്തി. ഷർട്ടഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം തെങ്ങിൻ ചോട്ടിൽ വെച്ച ശേഷം തോട്ടിലേക്ക് ഇറങ്ങി. സ്കൂളിൽ പീറ്ററിനൊപ്പം പീറ്ററിൻ്റെ അപ്പൻ ആൻ്റപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസ് റൂമിൽ കയറി അയാൾ ഹെഡ് മാസ്റ്ററെ കണ്ടു. ശൗരിക്കുട്ടിക്കെതിരെ പരാതിയുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് പോകുന്ന വഴി ശൗരിക്കുട്ടി പെൻസിൽ കൊണ്ട് പീറ്ററിൻ്റെ വയറ്റിൽ ആഞ്ഞുകുത്തി. ഇപ്പോഴും പീറ്ററിന് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. വയറ്റിൽ കലശലായ വേദനയാണ്. ഷർട്ടിന് മീതെ കൂടിയുള്ള കുത്തായിരുന്നതുകൊണ്ട് വയർ തുളഞ്ഞ പെൻസിൽ അകത്ത് കയറിയില്ല. എങ്കിലും വയറിൻ്റെ പുറന്തൊലി ഇളകി. ഹെഡ് മാസ്റ്റർ വിഷയം ഏറ്റെടുത്തു. ഇത് താൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് ആശ്വസിപ്പിച്ച് പീറ്ററിൻ്റെ അപ്പനെ തിരികെ അയച്ചു. പീറ്ററിനോട് ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളാനും നിർദ്ദേശിച്ചു. പിന്നീട് അഗസ്റ്റിൻ സാറിനെ വിളിച്ച് ഹെഡ് മാസ്റ്റർ ഇക്കാര്യം സംസാരിച്ചു. ശൗരി ക്ലാസ്സിൽ വരുമ്പോൾ എച്ചമ്മിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞ് ഓഫീസിലേക്ക് അയക്കണമെന്ന് ചട്ടം കെട്ടി. ഹാജർ വിളിച്ചപ്പോൾ അഗസ്റ്റിൻ സാർ ശൗരിയെ തിരക്കി. അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലെന്ന് മനസ്സിലായി. ഒരു പീരീഡ് കഴിഞ്ഞു.
എന്നിട്ടും ശൗരി ക്ലാസ്സിലെത്തിയില്ല. രണ്ടാമത്തെ പീരീഡും കഴിഞ്ഞു. വിളിക്ക് വിടാനുള്ള മണിയടിച്ചു. കുട്ടികൾ കൂട്ടമായി സ്കൂൾ മുറ്റത്തേക്കിറങ്ങി. അഗസ്റ്റിൻ സാർ ഓഫീസ് മുറിയിലേക്ക് പോയി. പെട്ടെന്ന് കയ്യിലൊരു കടലാസ് കൂടുമായി ശൗരിക്കുട്ടി ക്ലാസിൻ്റെ ഭിത്തിക്കരികിൽ ഓടിക്കയറി വന്നു. ബ്ലാക്ക് ബോർഡിന് പിന്നിലേക്ക് പോയി. അവിടെ ജനാലപ്പടിയിൽ വെച്ചിരുന്ന അഗസ്റ്റിൻ സാറിൻ്റെ കിറ്റെടുത്ത് തുറന്നു. അതിനുള്ളിൽ നിന്ന് ചോറുപൊതി പുറത്തെടുത്ത ശേഷം മറ്റൊരു പൊതി അകത്തു വെച്ചു. സിബ് വലിച്ചിട്ട് കിറ്റടച്ചു. ബ്ലാക്ക് ബോർഡിൻ്റെ മറവിലായതിനാൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ക്ലാസ്സിലുള്ള ആർക്കും തന്നെ കാണാമായിരുന്നില്ല. ക്ലാസ്സിൽ ഏതാനും പെൺകുട്ടികൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ലാസ്സിൽ കയറാനുള്ള ബെൽ മുഴങ്ങുന്നതിന് തൊട്ടു മുൻപ് ശൗരിക്കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി. ബെല്ലടിച്ചു. കുട്ടികൾ അവരവരുടെ ക്ലാസ്സിലേക്ക് പാഞ്ഞു കയറി. അഗസ്റ്റിൻ സാർ ക്ലാസ്സിലെത്തി. ശൗരിക്കുട്ടി അപ്പോൾ നടന്ന് മെയിൻ റോഡിലെത്തിയിരുന്നു. സാറേ, വെളിക്ക് വിട്ടപ്പം ശൗരി വന്നായിരുന്നു. ഒരു പെൺകുട്ടി അഗസ്റ്റിൻ സാറിനോട് പറഞ്ഞു. അവൻ വന്നോ? അഗസ്റ്റിൻ സാർ ശൗരിക്കുട്ടി ഇരിക്കാറുള്ള ബെഞ്ചിലേക്ക് നോക്കി. അവിടെയില്ല. അവനെവിടെ? പോയി സാറിൻ്റെ സഞ്ചി എടുത്ത് നോക്കണ കണ്ടു. എൻ്റെ സഞ്ചിയോ? അവനെന്തിനാ അതെടുത്ത് നോക്കണത്? അഗസ്റ്റിൻ സാർ കസേര വിട്ട് എഴുന്നേറ്റു. ജനൽപ്പടിയിൽ വെച്ചിരുന്ന കിറ്റ് എടുത്തുകൊണ്ട് വന്നു. അത് മേശപ്പുറത്ത് വച്ചിട്ട് കസേരയിലിരുന്നു. അവനത് തുറന്നു നോക്കിയോ? അറിയത്തില്ല സാറേ, പെൺകുട്ടി പറഞ്ഞു. അഗസ്റ്റിൻ സാർ ആ ചെറു ബാഗിൻ്റെ സിബ് വലിച്ചു തുറന്നു. പാളികൾ വിടർത്തിയതും ഒരു പാമ്പ് ചീറ്റിക്കൊണ്ട് സാറിൻ്റെ നേർക്ക് ചാടി. അഗസ്റ്റിൻ സാർ നിലവിളിച്ചുകൊണ്ട് കസേരയോടെ പിന്നോട്ട് മറിഞ്ഞു. പാമ്പും അഗസ്റ്റിൻ സാറിൻ്റെ ദേഹത്തേക്ക് വീണു. സാർ പേടിച്ചരണ്ട് പേ പിടിച്ച പോലൊരു ശബ്ദത്തോടെ പാമ്പിനെ വലം കൈകൊണ്ട് തട്ടിയെറിഞ്ഞു. പാമ്പ് ബ്ലാക്ക് ബോർഡിന് കീഴിലേക്ക് ഇഴഞ്ഞുപോയി. പാമ്പിനെ കണ്ട് പേടിച്ച കുട്ടികൾ ക്ലാസ് റൂമിൻ്റെ പുറകിലെ ഭിത്തിയരിയിലേക്ക് ഓടി. അഗസ്റ്റിൻ സാറിൻ്റെ ബാഗിനുള്ളിൽ നിന്ന് തേളുകൾ, തവളകൾ, ഞണ്ടുകൾ എന്നിവ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവയിൽ ചിലത് സാറിൻ്റെ കാലിൽ വീണു. നിലത്ത് കിടന്നുകൊണ്ട് അവയെ ചവിട്ടി തെറിപ്പിക്കാനുള്ള വെമ്പലിൽ അഗസ്റ്റിൻ സാറിൻ്റെ ഉടുമുണ്ടഴിഞ്ഞുപോയി. കരച്ചിലും ബഹളവും കേട്ട് അടുത്ത ക്ലാസ്സിലെ അധ്യാപകർ ഓടിയെത്തി. സാറിനെ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അഴിഞ്ഞുപോയ ഉടുമുണ്ടിലൂടെ തേളുകളും ഞണ്ടുകളും ദിക്കറിയാതെ നടന്നു. ക്ലാസിൻ്റെ വാതിൽക്കലേക്ക് ലേഡി ടീച്ചർമാരും വന്ന് എത്തി നോക്കുന്നത് കണ്ട് അഗസ്റ്റിൻ സാർ തൻ്റെ അർദ്ധനഗ്നത മറയ്ക്കാൻ വേണ്ടി ബ്ലാക്ക് ബോർഡിന് പിന്നിലേക്ക് മാറി. അടുത്ത നിമിഷം അവിടെ നിന്ന് തിരികെ ഓടി. മിനുസമുള്ള സിമൻ്റ് തറയിൽ നീങ്ങാൻ വിഷമിച്ച് പാമ്പ് അങ്ങിങ്ങ് തലനീട്ടി ഇഴയുന്നുണ്ടായിരുന്നു. അഗസ്റ്റിൻ സാർ തൻ്റെ ഷർട്ട് താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അല്പം കൂനി നിൽക്കെ സോമദത്തൻ സാർ ധൈര്യസമേതം അഗസ്റ്റിൻ സാറിൻ്റെ മുണ്ട് വലിച്ചെടുത്ത് കുടഞ്ഞ് അതിന്മേലുണ്ടായിരുന്ന ക്ഷുദ്രജീവികളെ തെറിപ്പിച്ചു. എന്നിട്ട് മുണ്ട് അഗസ്റ്റിൻ സാറിന് നൽകി. മുണ്ട് തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം അഗസ്റ്റിൻ സാർ ശരിക്ക് ഭയം മാറാതെ അത് എങ്ങനെയോ അരയിൽ ചുറ്റി. അയാളുടെ വിറയിൽ അപ്പോഴും മാറിയിരുന്നില്ല. ഇതിനിടയിൽ അധ്യാപകരിൽ ഒരാൾ എവിടെ നിന്നോ ഒരു വേലിപ്പത്തൽ കൊണ്ടുവന്ന് പാമ്പിനെ അടിച്ചു കൊന്നു. അതൊരു നീർക്കോലിയായിരുന്നു. അവിടെ അലഞ്ഞു നടന്ന ഞണ്ടുകൾ, തേളുകൾ, തവളകൾ എന്നിവയെയും പത്തൽ കൊണ്ട് ചതച്ചു കൊന്നു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം അടുത്ത ക്ലാസ്സിൻ്റെ സ്ക്രീനുകൾക്ക് പിന്നിലും ഇടയ്ക്കുള്ള വിടവുകളിലും തടിച്ചുകൂടി രംഗം വീക്ഷിച്ചുകൊണ്ട് നിന്നു. മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളും ആ ക്ലാസ്സിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. അഗസ്റ്റിൻ സാർ നാണക്കേടും പേടിയും കൊണ്ട് വിളറി വെളുത്ത് ആരെയും നോക്കാതെ ഓഫീസ് റൂമിലേക്ക് പോയി. അധ്യായം 35. ഉച്ചനേരമായതിനാൽ എമിലി ചായക്കടയിലായിരുന്നു. കുഞ്ഞന്ന കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതേയുള്ളൂ. വിൻസി മറിയമ്മയോട് തൻ്റെ ജീവിതം ആർക്കും വേണ്ടാതെ തുരുമ്പെടുത്തു പോകുന്നതിനെപ്പറ്റി ആവലാതിപ്പെട്ട് വേലിക്കരികെ നിൽപ്പുണ്ട്. ആ നേരത്താണ് രണ്ട് അപരിചിതർ മുറ്റത്തേക്ക് കയറി വന്നത്. ശൗരിയുടെ വീടല്ലേ? കുഞ്ഞന്നയോട് ഒരാൾ തിരക്കി. ശൗരിയെന്ന് പേരുള്ള ഒരു കുട്ടി ഇവിടുണ്ട്. വീട് എൻ്റെ മകൻ ആഞ്ചലോസിൻ്റെ പേരില്ല. ശൗരിയുടെ വീടല്ലേ എന്ന ചോദ്യം ഇഷ്ടപ്പെടാതെ കുഞ്ഞന്ന ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ശൗരി ഇപ്പം ഇവിടെയുണ്ടോ? അവൻ രാവിലെ സ്കൂളിലോട്ട് പോയല്ലോ. എന്നാത്തിനാ? ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുവാ. ഞാൻ പ്യൂൺ മണി. ഇത് സ്കൂളിലെ സാറാ. ശൗരി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവന് വല്ലതും പറ്റിയോ? അവനൊന്നും പറ്റിയില്ല. പക്ഷേ അവിടെ അവനൊരു പണി പറ്റിച്ചു. ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ അവൻ? സ്കൂളിലേക്ക് പോയ അവൻ വൈകുന്നേരം അല്ലേ വരത്തുള്ളൂ. അവൻ എന്നാ ചെയ്തെന്നാ നിങ്ങൾ പറയണത്? അവൻ്റെ ക്ലാസ് ടീച്ചറുണ്ടല്ലോ, അഗസ്റ്റിൻ സാറ്. സാറിൻ്റെ ബാഗിലെ ചോറുപൊതി എടുത്തു മാറ്റിയിട്ട് അവൻ പകരം വേറൊരു പൊതി വെച്ചു. സാറ് പൊതി അഴിച്ചു നോക്കുമ്പം അതിൽ നിന്ന് പാമ്പും പഴുതാരയും തവളയും ഞണ്ടുമൊക്കെ ചാടി വീഴുന്നു. സാറ് പേടിച്ച് ഒരു വീഴ്ച വീണിട്ട് ഇപ്പോഴും ശരിക്കുള്ള ബോധം കിട്ടിയിട്ടില്ല. അയ്യോ, അവൻ എന്നത്തിന് അങ്ങനെ ചെയ്തേ? അത് അവനോട് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ. അവനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു ഹെഡ് മാസ്റ്റർ.
അവനിങ്ങോട്ട് വന്നില്ലല്ലോ. മറിയമ്മയുമായുള്ള സംസാരം നിർത്തിയിട്ട് വിൻസി ഇപ്പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എടി വിൻസിയെ, നീ ശൗരിക്കുട്ടിയെ കണ്ടോ? അവൻ രാവിലെ സ്കൂളിൽ പോയല്ലോ. കേട്ടല്ലോ, ഇങ്ങോട്ട് ആരും വന്നില്ല. എടി, നീ പോയിട്ട് എമിലിയോട് വരാൻ പറ. വിൻസി ഉടൻ ചായക്കടയ്ക്ക് പോയി. സ്കൂളിൽ നിന്ന് വന്ന സാറിനോടും പ്യൂണിനോടും കയറിയിരിക്കാൻ കുഞ്ഞെന്നെ പറഞ്ഞെങ്കിലും അവർ മുറ്റത്തു തന്നെ നിന്നതേയുള്ളൂ. സ്കൂളിൽ നിന്ന് ശൗര്യയെ തിരക്കി സാറന്മാർ വന്നിട്ടുണ്ടെന്ന് കേട്ടപാടെ എമിലി പാഞ്ഞെത്തി. ശൗര്യയുടെ അമ്മയാണെന്നറിഞ്ഞ് ദാനിയൽ സാർ എമിലിയോട് സ്കൂളിലുണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. ശൗരി 2 പീരീഡിന് ശേഷം വെളിക്ക് വിട്ടപ്പോഴാണ് സ്കൂളിൽ ചെന്നതെന്നും അഗസ്റ്റിൻ സാറിൻ്റെ കൈസഞ്ചിക്കുള്ളിൽ അവൻ പാമ്പിനെ കയറ്റിവിട്ടെന്നും കേട്ട് എമിലി സ്തംഭിച്ചു നിന്നുപോയി. ശൗരി രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ. എമിലി ആരോടെന്നല്ലാതെ വിലപിച്ചു. അവനിന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ല. അറ്റൻഡൻസ് ബുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. ഡാനിയൽ സാർ പറഞ്ഞു, ഇവിടുന്ന് ആരെങ്കിലും ശൗരിയെ കൂട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് വരണം. ശൗരി സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. അവൻ സ്കൂളിലുമില്ല. എമിലി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടു നിന്നു. അഗസ്റ്റിൻ സാറ് ചിലപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കും. ശൗര്യയും കൂട്ടി സ്കൂളിൽ വന്ന് ക്ഷമ പറഞ്ഞു പോകുന്നതാ എല്ലാവർക്കും നല്ലത്. അവൻ ചില്ലറ വികൃതിയൊന്നുമല്ല കാണിച്ചത്, ദാനിയൽ സാർ വെളിപ്പെടുത്തി. അതുമാത്രമല്ല, ശൗര്യയെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നും ദാനിയൽ സാർ എമിലിയോട് പറഞ്ഞു. എമിലിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ശൗര്യക്കുട്ടി എവിടെയാണെന്ന് ഓർത്തിട്ടായിരുന്നു അവളുടെ ആദ്യം മുഴുവൻ. സ്കൂളിലുമില്ല, വീട്ടിലുമില്ല. അവൻ എവിടെ പോയി? അവനെയും കൂട്ടി സ്കൂളിൽ ചെല്ലുന്നതിനേക്കാളും മാപ്പ് പറയുന്നതിനേക്കാളും വലുത് അവൾക്കിപ്പോൾ തൻ്റെ മകൻ എവിടെയാണെന്നറിയുക എന്നതാണ്. അവനിങ്ങ് വന്നാൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ സാറേ, എമിലി പറഞ്ഞു. തങ്ങളുടെ ചുമതല തീർത്ത ശേഷം ദാനിയൽ സാറും പ്യൂൺ മണിയും സ്കൂളിലേക്ക് തിരിച്ചുപോയി. സ്കൂളിൽ നിന്ന് തിരികെ തോട്ടും കരയിലെത്തിയ ശൗരി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച തൻ്റെ പുസ്തകസഞ്ചി അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി. അതിന് സ്ഥാനചലനമൊന്നും സംഭവിച്ചില്ല. അതാരെങ്കിലും എടുത്തുകൊണ്ടു പോയാലും അവന് ഒന്നുമില്ല. ഇതോടെ തൻ്റെ പഠിപ്പ് അവസാനിച്ചുവെന്ന് അവൻ തീർച്ചപ്പെടുത്തി. തൽക്കാലം തന്നെ ആരും കാണാതിരിക്കുകയാണ് സുരക്ഷിതമെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. അവൻ ചോലമരങ്ങൾ തിങ്ങി നിന്ന ഭാഗത്തേക്ക് നടന്നു. ഒരു മരത്തിൽ പരതി പിടിച്ചു കയറി. അതിൻ്റെ തുഞ്ചത്ത് ബലമുള്ള ഒരു കവരത്തിനിരുവശത്തേക്കും കാലുകൾ തൂക്കിയിട്ടിരുന്നു. അവിടെ ഇരുന്നാൽ അവന് തൻ്റെ വീട് കാണാമായിരുന്നു. കടലിൻ്റെ നീല പരവതാനിയും കാണാം. വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാൻ അവൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. സ്കൂളിൽ ചെന്ന് താൻ കാണിച്ച വികൃതി അല്പം കൂടിപ്പോയെന്ന് ശൗരിക്കുട്ടിക്ക് തന്നെ തോന്നി. പക്ഷേ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വരെ അതൊന്നും പോരെന്നായിരുന്നു വിചാരം. മനസ്സിൻ്റെ ഈ കള്ളക്കളി ശൗരിക്കുട്ടിയെ ഇതിനു മുൻപും പലതവണ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ആരോടെങ്കിലും വിരോധം തീർക്കാൻ ഒരവസരം കിട്ടിയാൽ ചെയ്തോടാ എന്ന് മനസ്സ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചെയ്തു കഴിഞ്ഞാലുടൻ മനസ്സ് തിരിഞ്ഞു നിന്ന് പറയും, വേണ്ടായിരുന്നടാ എന്ന്. ഇപ്പോഴും അതുതന്നെ സംഭവിച്ചു. ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. വൃക്ഷശിഖരത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇലപ്പടർപ്പുകൾ അല്പം മാറ്റി നോക്കിയ നേരം ശൗരിക്കുട്ടി ഒരു കാഴ്ച കണ്ടു. ദാനിയൽ സാറും കൂട്ടമണിയും 4 മണിയും ഇടയ്ക്കിടയ്ക്കുള്ള മണികളും അടിക്കുന്ന സാക്ഷാൽ മണിയനും കൂടി തങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു. സംഭവം താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. അല്പം കടന്നുപോയി എന്ന് ശൗരിക്കുട്ടിക്ക് ബോധ്യപ്പെട്ടു. തന്നെ പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടിയായിരിക്കും സ്കൂളിൽ നിന്ന് സാറും മണിയും കൂടി വന്നത്. സ്കൂളിൽ കൊണ്ടു ചെന്നിട്ട് അഗസ്റ്റിൻ സാറിനെ കൊണ്ട് തൻ്റെ ചെകിട്ടത്ത് അടുപ്പിക്കുമായിരിക്കും. അഗസ്റ്റിൻ സാറിന് തൻ്റെ ചെകിട്ടത്തടിക്കണമെന്ന് ഒരു ത്വര ഉള്ളതായി പലപ്പോഴും അവന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അടിക്കുന്നതിന് പകരം അഗസ്റ്റിൻ സാർ തേമ്പുകയാണ് ചെയ്യാറ്. അടിയാണെന്ന് കാണുന്നവർക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ അടിയല്ല താനും. ഒരു തേക്കിലും തള്ളും അടിയും എല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതം. അഗസ്റ്റിൻ സാർ മറ്റു കുട്ടികളോട് പെരുമാറുന്നത് പോലെയല്ല എല്ലായ്പ്പോഴും തന്നോട് പെരുമാറിയിട്ടുള്ളതെന്ന് ശൗരിക്കുട്ടി ഓർത്തു. എന്തോ ഒരു ശത്രുത ഉള്ളതുപോലെ. തന്നെ നോക്കുമ്പോൾ അഗസ്റ്റിൻ സാറിൻ്റെ കണ്ണുകൾ ചെറുതാകുമായിരുന്നെന്ന് ശൗരിക്കുട്ടിക്ക് ഓർമ്മ വന്നു. കാരക്കാട്ട് സൈമൺ മുതലാളി കാറിൻ്റെ ചില്ല് താഴ്ത്തി തന്നെ നോക്കിയ അതേ നോട്ടം. അഗസ്റ്റിൻ സാർ തന്നെ അടിക്കുകയും പിച്ചുകയും കിഴുക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ മറ്റാരോടും ചെയ്തിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഇന്നലെ തന്നെ ചൂരലിനടിച്ചത്? എന്തിനു വേണ്ടിയാണ് ബെഞ്ചിൽ കയറ്റി നിർത്തിയത്? പീറ്ററുമായി അടി കൂടിയതിന് അതേ കുറ്റം ചെയ്ത പീറ്ററിനെ ഒരു നുള്ളുപോലും കിട്ടിയില്ല. ആരും അവനെ ബെഞ്ചിൽ കയറ്റി നിർത്തിയുമില്ല. അഗസ്റ്റിൻ സാറിന് താൻ കൊടുത്തത് ആ സാർ അർഹിക്കുന്നത് തന്നെയാണെന്ന് അവൻ്റെ മനസ്സ് ഈ നിമിഷം അവനോട് പറഞ്ഞു. അവന് അല്പം ആശ്വാസം തോന്നി. ഇടയ്ക്ക് വെച്ച് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിന്ന മനസ്സ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്.
ശരിക്കും ഒരു മൂർഖൻ പാമ്പിനെ തന്നെ ആ ബാഗിലേക്ക് കയറ്റിവിടണമായിരുന്നു. എങ്കിൽ അത് പത്തി വിരിച്ച് ചീറ്റിക്കൊണ്ട് സാറിൻ്റെ കയ്യിലൊരു കടിവെച്ചു കൊടുത്തേനെ. മരിച്ചു പോകുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ സാറിന് മനസ്താപം തോന്നണം. വേണ്ടായിരുന്നു. ആ പാവം ശൗര്യക്കുട്ടിയെ തന്നെ എല്ലായ്പ്പോഴും തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കണ്ടായിരുന്നു. പക്ഷേ മൂർഖനെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടില്ല. നീർക്കോലികളാണെങ്കിൽ തോട്ടിൽ ധാരാളമുണ്ട്. ഒരു ചെറുമീൻ ചൂണ്ടയിൽ കോർത്തിട്ടാൽ അവൻ വന്ന് വിഴുങ്ങിക്കൊള്ളും. അല്ലെങ്കിൽ ഒരു കീറവല വിരിച്ചാൽ അതിൽ വന്ന് കുടുങ്ങും. ശൗര്യക്കുട്ടി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജീവനുള്ള പാമ്പുകളെയും ഞണ്ടുകളെയും തവളകളെയും ആമകളെയും ഒക്കെ മീൻ വെള്ളത്തിൽ കണ്ടിട്ടുണ്ട്. അവയെ കയ്യിലെടുക്കുകയും കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശൗര്യക്കുട്ടിക്ക് അവറ്റകളോട് അറപ്പോ പേടിയോ തോന്നിയിട്ടില്ല. എന്തായാലും വന്നതു വന്നു. ശൗര്യക്കുട്ടി അത്ര എളുപ്പത്തിലൊന്നും ആർക്കും പിടികൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവൻ കൂടെ കൂടെ മരത്തിൻ്റെ ചില്ലകൾ പിടിച്ചകറ്റി വീടിന് നേർക്ക് നോക്കിക്കൊണ്ട് ശിഖരത്തിൽ തന്നെ ഇരുന്നു. പോലീസ് ജീപ്പ് വന്ന് റോഡരികിൽ നിന്നു. അഗസ്റ്റിൻ സാറും 2 പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങി. പ്യൂൺ മണി വീട് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. അഗസ്റ്റിൻ സാറും പോലീസുകാരും കൂടി വീട്ടുമുറ്റത്തേക്ക് കയറി വന്നു. തിണ്ണയിലേക്ക് ഇറങ്ങി വന്ന കുഞ്ഞന്ന അത് കണ്ട് അന്താളിച്ചു. 2 നിമിഷം നിന്നു. പിന്നെ വന്ന പോലെ അകത്തേക്ക് തിരിച്ചു കയറി. പകരം എമിലിയാണ് ഇറങ്ങി വന്നത്. ശൗരി എന്നൊരു കുട്ടി ഇവിടില്ലേ? പോലീസുകാരിലൊരാൾ എമിലിയോട് ചോദിച്ചു. രാവിലെ സ്കൂളിൽ പോയതാ, വന്നിട്ടില്ല. അവൻ സ്കൂളിൽ ചെന്ന് ഈ സാറിൻ്റെ ബാഗിൽ നിന്ന് 5000 രൂപയും അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണല്ലോ. സത്യം പറ, അവൻ ഇങ്ങോട്ട് വന്നില്ലേ? പോലീസ് കോൺസ്റ്റബിൾ വീണ്ടും ചോദിച്ചു. അവൻ 5000 രൂപ അടിച്ചു മാറ്റിന്നോ? എമിലി പകച്ചുപോയി. അതെ, എൻ്റെ ബാഗിൽ കടലാസിൽ പൊതിഞ്ഞു വെച്ചിരുന്ന രൂപ ചിട്ടിക്ക് അടയ്ക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. ശൗരി ആ പൊതി എടുത്തോണ്ട് പോയി. അവനങ്ങനെ ആരുടെയും പൈസയൊന്നും എടുക്കൂല സാറേ. കയ്യിലുള്ള പൈസ അവനില്ലാത്തവർക്ക് കൊടുക്കത്തേയുള്ളൂ. എടുത്തേയല്ലേ എന്ന് ഞങ്ങൾ അവനെക്കൊണ്ട് പറയിച്ചോളാം. അവൻ എവിടെയാണെന്ന് പറ. പോലീസുകാർ വരട്ടെ. അവനിങ്ങോട്ട് വന്നില്ലല്ലോ സാറേ. വെറുതെ കള്ളം പറയല്ലേ. അവനിവിടെ വന്ന രൂപ നിങ്ങളെ ഏൽപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ അവനെ ഒളിപ്പിച്ചിരിക്കുകയാണ്. അതല്ലേ സത്യം? ഇതെന്തൊക്കെയാണ് സാറേ പറയണത്? ഒരു കുട്ടീനെ ഒളിപ്പിച്ചു വയ്ക്കാൻ ഇത് കാടും മലയുമൊന്നും അല്ലല്ലോ. ഈ കടപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് സാറേ. സാർ അവരോടൊക്കെ ചോദിച്ചു നോക്കിയിട്ട് ശൗര്യക്കുട്ടീനെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടവരുണ്ടോന്ന്. നീ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങൾക്കറിയാം പരാതി എങ്ങനെ അന്വേഷിക്കണമെന്നും എങ്ങനെ പ്രതിയെ പിടികൂടണമെന്നും. എന്നാൽ സാറ് ചെന്ന് പിടിച്ചാട്ട് 5000 രൂപ അവൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് അത് ചെലവാക്കാൻ അറിയാവുന്നവനല്ല എൻ്റെ മോൻ. എമിലി വീറോടെ പറഞ്ഞു. നിന്റെ മകനെ പറഞ്ഞയച്ച് സ്കൂളിൽ നിന്നും മോഷ്ടിപ്പിച്ച് ആ പൈസ കൈക്കലാക്കിയിട്ട് നീ പോലീസിനെ വെല്ലുവിളിക്കുന്നോടി പന്ന നായിൻ്റെ മോളെ. പൈസ ഞാൻ കൈക്കലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് എടുത്തോണ്ട് പോ സാറന്മാരെ. ഇങ്ങോട്ട് കയറി വാ. പോലീസിൻ്റെ വേഷം കെട്ടി കള്ളക്കേസും പിടിച്ചോണ്ട് വന്നിരിക്കുന്നോ? എമിലി സമനില കൈവിട്ട് ചീറി. അഗസ്റ്റിൻ സാറിൻ്റെ കൂടെ വന്ന പോലീസുകാർ അങ്ങോട്ട് വിളിച്ചതിൻ്റെ ഇരട്ടിക്കലിപ്പിലുള്ള ആക്രോശം ഇങ്ങോട്ട് കേട്ട് സ്തബ്ധരായി. അവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അയലത്തെ പെണ്ണുങ്ങളും പ്രായം ചെന്നവരും മുഴുവൻ റോഡിലും വീടിന് ചുറ്റിലും കാഴ്ച കണ്ട് കൂടി നിൽപ്പുണ്ട്. എമിലി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് അഗസ്റ്റിൻ സാറും വിചാരിച്ചതല്ല. മകനെ കാണാനില്ലാത്ത ദുഃഖത്തിലും നിരാശയിലും അമർന്നിരുന്ന എമിലിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞതുമില്ല. എമിലി ഉടുമുണ്ട് മുറുക്കിക്കുത്തി മുറ്റത്തേക്ക് ചാടിയിറങ്ങി. അഗസ്റ്റിൻ സാറിൻ്റെ മുന്നിൽ ചെന്ന് കൈ ചൂണ്ടിക്കൊണ്ട് ചീറി. നീയാണ് അഗസ്റ്റിൻ സാറ് അല്ലേട തെണ്ടി? നിന്നെ ആരാടാ സാറാക്കിയത്? നിന്റെ ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ മുതൽക്ക് നീ എൻ്റെ മോനെ ദ്രോഹിക്കാൻ തുടങ്ങിയതാ. ഓരോ തവണയും ശൗര്യക്കുട്ടി വന്ന് സങ്കടം പറയുമ്പോഴും പോട്ടെ പോട്ടെന്ന് വിചാരിച്ച് ക്ഷമിച്ച് നീ അവനെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നു. എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തുന്നു. ചൂരലിനടിക്കുന്നു. ബെഞ്ച് കയറ്റി നിർത്തുന്നു. അന്ന് ഞാൻ അന്വേഷിച്ചു വെച്ചതാ നീ ആരാണെന്ന്. കാരക്കേട്ട് സൈമൺ മുതലാളിയുടെ അപ്പൻ്റെ അനിയൻ്റെ മോനല്ലേ നീ? നിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലായി. അഗസ്റ്റിൻ സാറിൻ്റെ മുഖം മഞ്ഞളിച്ചു പോയി. അയാൾ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ എമിലി ചാടി വീണ് വഴി തടഞ്ഞു. എങ്ങോട്ട് പോണു നീ? നിനക്ക് ശൗരി മോഷ്ടിച്ച 5000 രൂപ വേണ്ടേ? ദേ എൻ്റെ വീട്ടിനകത്തെ ഇരുമ്പ് പെട്ടിയിലിരിക്കണ, എടുത്തോണ്ട് പോ. അഗസ്റ്റിൻ സാർ തിരിഞ്ഞ നിസ്സഹായതയോടെ പോലീസുകാരെ നോക്കി. നിങ്ങൾ പോലീസുകാരും മനുഷ്യരാണല്ലോ. എമിലി അവരുടെ നേർക്ക് തിരിഞ്ഞു. ഇയാൾ എൻ്റെ മോനെ ദ്രോഹിച്ചതിൻ്റെയും 5000 രൂപയുടെ കള്ളക്കേസുമായിട്ട് വന്നതിൻ്റെയും കാരണം നിങ്ങൾക്കറിയാമോ? ഇയാളുടെ അപ്പൻ്റെ ചേട്ടൻ്റെ മോനുണ്ടല്ലോ, കാരക്കാട്ട് സൈമൺ തരകൻ. അയാൾ എനിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് ഞാൻ പെറ്റ മകനാ ശൗരി. സൈമൺ മുതലാളിൻ്റെ സ്വന്തം മകൻ. എമിലി പറഞ്ഞ ഭാഷ കേട്ട് അയൽക്കാർ കൂടി മൂക്കത്ത് വിരൽ വെച്ച് പോയി. ഇത്രമേൽ സംഹാരരുദ്രിയായി എമിലിയെ അവർ കണ്ടിട്ടേയില്ല. ഇയാൾക്കറിയാം ശൗരി സൈമൺ മുതലാളിയുടെ മോനാണെന്ന്.
ഈ കടപ്പുറംകാർക്കെല്ലാം അറിയാം. സാറന്മാർ ചോദിച്ചു നോക്കിയിട്ട് പോലീസുകാർ അന്തം വിട്ട് നിൽക്കുകയാണ്. എൻ്റെ മോൻ ജനിച്ചപ്പം മുതൽക്ക് ദ്രോഹിക്കണതാ കാരക്കാടന്മാർ എൻ്റെ മോനെ. ഇയാളുടെ സൂക്കേട് എന്താന്ന് സാറന്മാർക്ക് ഇപ്പം മനസ്സിലായില്ല. പിള്ളേരെ പഠിപ്പിക്കുന്ന സാറാണത്രേ സാറ്. ശൗരി ഇവിടെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നേ. പോലീസുകാരൻ ശാന്തമായി പറഞ്ഞു. ഇങ്ങോട്ട് വന്നില്ല സാറേ. ഇയാളെ പേടിച്ച എങ്ങോട്ടെങ്കിലും പോയി കാണും. അവൻ്റെ പഠിപ്പ് തീർന്നില്ലേ സാറേ? ഇനി അവന് പഠിക്കാൻ പറ്റുമോ? 3 ദിവസത്തിനു മുമ്പ് അവൻ കടലിൽ മുങ്ങിപ്പോയ ഒരു പെങ്കച്ചിന് ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്ന് അസംബ്ലി വിളിച്ചുകൂട്ടി ഹെഡ്മാഷ് അവന് ട്രോഫിയും പൂമാല സമ്മാനം കൊടുത്തതാ. അതും ഇയാൾക്ക് പിടിച്ചില്ല. അടുത്ത ദിവസം അവൻ്റെ കൈവിരൽ ചൂരലിനടിച്ച് ചതച്ചു. ഇവൻ സാറാണോ? അഗസ്റ്റിൻ സാറിന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ 5000 രൂപ എൻ്റെ മോൻ എടുത്തിട്ടുണ്ടെങ്കിൽ 3 മാസത്തിനകം 6000 രൂപ ഈ എമിലി ഉണ്ടാക്കിത്തരും. അതല്ല എൻ്റെ മോൻ്റെ പേരിൽ നീ കള്ളക്കേസ് കൊടുത്തതാണെങ്കിൽ നിന്റെ തലയിൽ എടുത്തി വീഴും. നീ നോക്കിക്കോ. എമിലി മനസ്സു നൊന്തു പ്രാഗിയ നീ മാത്രമല്ല നിന്റെ മക്കളും കൂടെ അനുഭവിക്കും, ഓർത്തോ. എമിലി അഗസ്റ്റിൻ സാറിന് വഴിമാറിക്കൊടുത്തു. അഗസ്റ്റിൻ സാർ റോഡിലേക്ക് നടന്നുപോയി. ശൗരി വന്ന ആ വിവരം ഞങ്ങളെ അറിയിച്ചേക്കണം. സ്കൂളിൽ അറിയിച്ചാലും മതി. പോലീസുകാരും കൂടുതൽ അന്വേഷണത്തിന് നിൽക്കാതെ അഗസ്റ്റിൻ സാറിൻ്റെ പിന്നാലെ പോയി. ശൗരിക്കുട്ടി മരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് വീട്ടുമുറ്റത്തെ കാഴ്ചയെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അഗസ്റ്റിൻ സാറിനൊപ്പം പോലീസ് വന്നതും പോയതും അവൻ കണ്ടു. പോലീസിൻ്റെ വരവ് അവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചു കളഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകുന്നത് അപകടമാണെന്ന് അവന് മനസ്സിലായി. എങ്ങോട്ടെങ്കിലും പോകണം. പോലീസിൻ്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെടണം. മരത്തിൻ്റെ മുകളിലിരുന്ന് അവൻ പലതും ആലോചിച്ചു. അമ്മ, വല്യമ്മച്ചി, ഡെന്നിച്ചൻ, ജാനറ്റ് ഇവരുടെയെല്ലാം മുഖങ്ങൾ മനസ്സിൽ വന്നു. നാടുവിട്ട് പോയിക്കോടാ എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. മനസ്സിൻ്റെ പ്രേരണകളെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നറിയാവുന്നതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും സ്വയം ചോദിച്ചു നോക്കി. ഞാൻ പോണോ? വേറെ വഴിയൊന്നുമില്ലേ? നാടുവിട്ടു പോണോ? പോയിക്കോടാ മോനെ, ഇനി നിനക്കിവിടെ രക്ഷയില്ല. ഇതാണ് മനസ്സിൻ്റെ മറുപടി. പക്ഷേ പകൽ എങ്ങനെ പോകും? റോഡിലിറങ്ങി നടന്നാൽ പരിചയമുള്ള ആരെങ്കിലും കാണും. ഇപ്പോൾ ചെല്ലിക്കടപ്പുറത്തുള്ളവരെല്ലാം വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സന്ധ്യ മയങ്ങുമ്പോൾ സ്ഥലം വിടാമെന്ന് അവൻ തീരുമാനിച്ചു. 5 മണി കഴിഞ്ഞപ്പോൾ കുറേ പേർ തോടിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് കണ്ടു. അമ്മയുണ്ട്, വല്യമ്മച്ചിയുണ്ട്, അയലത്തുകാരുണ്ട്, ഡെന്നിച്ചനും ജാനറ്റുമുണ്ട്. തന്നെ തെരഞ്ഞു വരികയാണെന്ന് ശൗരിക്കുട്ടിക്കും മനസ്സിലായി. അവൻ മരത്തിന് മുകളിൽ പതുങ്ങിക്കൂടി. ആളുകൾ പല സംഘമായി പിരിഞ്ഞ് തോട്ടുകരയിലും തെങ്ങും പറമ്പിലും തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. മോനെ ശൗരി, നീ എവിടെയാ മോനെ? എടാ മോനെ ശൗരിക്കുട്ടിയെ, എമിലി ഉറക്കെ വിളിച്ചുകൊണ്ട് നടന്നു. നിന്നെ ആരും ഒന്നും ചെയ്യൂല മോനെ. നീ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? നീ ഇങ്ങ് വന്നാൽ മതി. ആരും നിന്നെ ഒന്നും ചെയ്യൂല. ഇതൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ശൗരിക്കുട്ടിക്കറിയാം. അവൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. അധ്യായം 36. ശൗരിക്കുട്ടി മരത്തിന് മുകളിലിരുന്ന് ഇലപ്പടർപ്പുകൾ മാറ്റി വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കി. തിരഞ്ഞു വന്നവർ തോടിൻ്റെ കരയിലും തെങ്ങിൻ തോപ്പിലും തിരഞ്ഞ ശേഷം നേരെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി അവർ കടപ്പുറത്തേക്കാണ് തിരഞ്ഞു പോകുന്നതെന്ന് അവരുടെ നീക്കം കണ്ടപ്പോൾ ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. നേരം സന്ധ്യയാകാൻ വേണ്ടി ശൗരിക്കുട്ടി കാത്തിരുന്നു. വെളിച്ചം മങ്ങിത്തുടങ്ങിയപ്പോൾ ശൗരിക്കുട്ടി മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. പോകുമ്പോൾ സ്കൂൾ ബാഗ് കൊണ്ടുപോകണോ എന്ന് അവൻ ഒരു നിമിഷം ആലോചിച്ചു. സ്കൂൾ ബാഗ് കയ്യിലുള്ളപ്പോൾ ആളുകൾ തന്നെ സംശയിക്കുമെന്ന് അവൻ കണക്കുകൂട്ടി. ബാഗിൻ്റെ അറയിൽ ഒരു പുസ്തകത്തിൻ്റെ പൊതിച്ചിലിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 2 രൂപ നോട്ടുകൾ അവൻ എടുത്തു. മൈക്കേലിന് ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്നതാണ്. 1 രൂപയുടെ കുറവും കൂടി നികത്താനുണ്ടായിരുന്നു. അതിനിടയിലാണ് പീറ്ററുമായി അടികലശലും അഗസ്റ്റിൻ സാറിൻ്റെ ശിക്ഷാ നടപടികളും പീറ്ററിനോടും അഗസ്റ്റിൻ സാറിനോടുമുള്ള പകരം വീട്ടിലുമെല്ലാം സംഭവിച്ചത്. ഇനിയൊരിക്കലും മൈക്കേലിനെ കാണുകയില്ലായിരിക്കും. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ വഴക്കാളിയായ തന്നോട് മൈക്കേൽ മിണ്ടുകയില്ലായിരിക്കും. തൻ്റെ എല്ലാമായിരുന്ന മൈക്കേലുമായിട്ടുള്ള അതിസുന്ദരമായ ബന്ധം എന്നേക്കുമായി തകർന്നു പോയതിൻ്റെ വേദന അവൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിച്ചു. ഇനി തൻ്റെ സങ്കടങ്ങളെല്ലാം ആരോട് പറയും? തൻ്റെ ആഗ്രഹങ്ങൾ ആരോട് പങ്കുവയ്ക്കും? തനിക്ക് കിട്ടുന്ന വിശിഷ്ടവും രുചികരവുമായ എന്തിൻ്റെയും ഒരു പങ്ക് മൈക്കേലിനു കൂടി നൽകുന്നതിൻ്റെ ആനന്ദം ഇനി എങ്ങനെ അനുഭവിക്കും? താൻ ഒരിക്കലും സ്കൂളിലേക്ക് പോകുന്നില്ലാത്ത നിലയ്ക്ക് ഇനി ആ ബന്ധം മറ്റുപോയതായി അവൻ കണക്കാക്കി. ഇനി ഈ നാട്ടിൽ പോലും നിൽക്കണ്ട എന്ന് അവൻ തീരുമാനിച്ചു. മനുഷ്യരെ തമ്മിൽ കാണാമെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത
ഒരിരുട്ട് വന്ന് അന്തരീക്ഷത്തിൽ വ്യാപിച്ചപ്പോൾ ശവരിക്കെട്ടി തോട്ടും കരയിലെ കുറ്റിക്കാട് വകഞ്ഞു മാറ്റി നടന്നു. പാലത്തിനരികെ എത്തി. പാലത്തിൻ്റെ കയ്യാലക്കെട്ടിലൂടെ പിടിച്ച് മുകളിൽ കയറിപ്പറ്റി. ഇനി മെയിൻ റോഡാണ്. വടക്കോട്ട് നടന്നാൽ അർത്തുങ്കൽ, തെക്കോട്ട് നടന്നാൽ ആലപ്പുഴ. ഇത്രയും അവനറിയാം. അവൻ തെക്കോട്ട് നടന്നു. റോഡിൽ ഒറ്റ തിരിഞ്ഞ് ആളുകൾ നടന്നു പോകുന്നുണ്ട്. അടുത്തു വന്ന് കണ്ടാലേ ആളെ തിരിച്ചറിയാൻ പറ്റൂ. വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിച്ചു തുടങ്ങിയപ്പോൾ ശൗരിക്കുട്ടിക്ക് തോന്നി, അത് അപകടമാണല്ലോ. ഓട്ടോറിക്ഷക്കാർ ധാരാളമുണ്ട്. അവരിൽ പലർക്കും തന്നെ അറിയാം. മുന്നിൽ നിന്ന് ഓരോ വാഹനം വരുമ്പോഴും ശൗരിക്കുട്ടി പിന്നോട്ട് തിരിഞ്ഞ് പുറകെ ആരോ വരുന്നുണ്ടെന്ന് മട്ടിൽ നിന്നു. വെളിച്ചം കുറഞ്ഞ ഒറ്റക്കണ്ണു വിളക്കുമായി വരുന്ന ഓട്ടോറിക്ഷക്കാർക്ക് പോലും അവൻ മുഖം കൊടുത്തില്ല. ശൗരിക്കുട്ടി നടന്നുകൊണ്ടേയിരുന്നു. യാത്രക്കിടയിൽ പല പല ജംഗ്ഷനുകളിലെ കടകളിൽ കണ്ട ബോർഡുകൾ അവൻ വായിച്ചു പോയിക്കൊണ്ടിരുന്നു. കാട്ടാർ, ഓമനപ്പുഴ, കാഞ്ഞിരംപാറ, ആലപ്പുഴ. കനാലിന് മീതെയുള്ള പാലം കടന്ന ശേഷം അവൻ നേരെ കിഴക്കോട്ട് നടന്നു. നടക്കുന്നതിൽ അവന് ക്ഷീണമൊന്നും തോന്നിയില്ല. കടപ്പുറത്തുകൂടി അവൻ നടന്നിട്ടുള്ളതിന് കണക്കില്ല. മൈലുകൾ താണ്ടി അവൻ ബോട്ട് ജെട്ടിക്ക് സമീപം ബോട്ടുകൾ വരിവരിയായി കിടക്കുന്നത് കണ്ട് അവിടെ അല്പസമയം നിന്നു. വീണ്ടും മുന്നോട്ട് കുറെ ചെന്നപ്പോൾ ആനവണ്ടികളുടെ ബസ് സ്റ്റാൻഡ് കണ്ടു. ചുവന്ന ബസ്സുകൾ നിരനിരയായി കിടക്കുന്നു. അവയുടെ ഉടലിൽ മഞ്ഞ വരകൾ, അതിനിടയിൽ ചില പച്ച ബസ്സുകൾ. ഇപ്പോൾ അവന് ചെറിയൊരു ക്ഷീണം തോന്നി. എവിടെയെങ്കിലും ഒന്നിരിക്കണം. ശൗരിക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് കയറി. അവിടെ കണ്ട സിമൻറ്റ് ബെഞ്ചിലിരുന്നു. ബസ്സുകൾ ഓരോന്ന് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. വേറെയും യാത്രക്കാർ അവിടെ വിശ്രമിക്കുന്നുണ്ട്. ചിലർ കോൺക്രീറ്റ് ബെഞ്ചുകളിൽ സ്ഥലം പിടിച്ച് കണ്ണടച്ച് കിടക്കുന്നു. 1-2 പോലീസുകാർ അവിടെ ചുറ്റിക്കിറങ്ങുന്നത് കണ്ടിട്ട് ശൗരിക്ക് പേടിയായി. താൻ സ്കൂളിലുണ്ടാക്കിയ അടികലശൽ അറിഞ്ഞിട്ട് തിരക്കി വന്നിരിക്കുകയാണോ? ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണോ? അവന് സംശയമായി. ബസ് സ്റ്റാൻഡിലെ ക്ലോക്കിൽ അവൻ സമയം നോക്കി. മണി 9:30 കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിൽ എവിടേക്ക് പോകാൻ? ഒരാൾ അവൻ്റെ അരികെ വന്ന് ചോദിച്ചു. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, അവൻ പറഞ്ഞു. ആരെങ്കിലും വരാനുണ്ടോ? ഉവ്വ്. അയാൾ അതോടെ അവൻ്റെ അരികത്തു നിന്ന് മാറിപ്പോയി. താൻ ഒറ്റയ്ക്കിരിക്കുന്നതാണ് കുഴപ്പമെന്ന് പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ മറ്റു ചില യാത്രക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. അവരുടെ കൂടെ യാത്ര ചെയ്യുന്നവൻ എന്ന മട്ടിലിരുന്നു. ഒരു കുടുംബം പെട്ടിപ്രമാണങ്ങളോടുകൂടി എഴുന്നേറ്റ് പോയതോടെ അവനിരുന്ന സ്ഥലത്ത് അവൻ മാത്രമായി. അവനോടൊപ്പം ഉണ്ടായിരുന്ന ആ കുടുംബം ഒരു തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിൽ ചെന്ന് കയറി. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ നാലുപാട് നോക്കി. ഒറ്റപ്പെട്ട ചില ആളുകൾ അങ്ങിങ്ങ് ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റ് തൂണും ചാരി നിന്ന ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് മാറിയാലോ എന്നാലോചിച്ചു. പക്ഷേ അങ്ങനെ പോകാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടില്ല. ഒരിടത്ത് പോലീസുകാർ നിൽപ്പുണ്ട്. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കോൺക്രീറ്റ് തൂണിന് മറിഞ്ഞാണ് ശൗരിക്കുട്ടി നിന്നത്. അവനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന ആൾ അടുത്തേക്ക് വന്ന് ചോദിച്ചു, മോൻ എവിടെ പോകാനാ? ശൗരിക്കുട്ടി ആദ്യമൊന്ന് പതറി. ചേർത്തല. പെട്ടെന്ന് വായിൽ വന്നത് ആ സ്ഥലപ്പേരായിരുന്നു. ഈ രാത്രിയിൽ ഒറ്റയ്ക്കോ? അവൻ ചുറ്റും നോക്കി. കൂടെയുണ്ടെന്ന് പറയാൻ പറ്റിയ ആരെയും അവൻ കണ്ടില്ല. ബസ് വരാൻ വേണ്ടി നിൽക്കുക, അവൻ പറഞ്ഞു. ചേർത്തല ബസ് 2 പോയല്ലോ. ഞാൻ കണ്ടില്ലായിരുന്നു. മറ്റേയാൾ അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. മോൻ വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതല്ലേ? അല്ല. അവൻ്റെ ഒച്ച പതറിപ്പോയി. ആണെന്ന് നിന്റെ മുഖം കണ്ട അറിയാലോ. കള്ളം പറയില്ലേ. പറഞ്ഞ ദാ നിൽക്കുന്ന പോലീസിന് പിടിച്ചു കൊടുക്കും. അവർ നിന്നെക്കൊണ്ട് സത്യം പറയിക്കും. ശൗരിക്കുട്ടിയുടെ നെഞ്ചിലൊരു ഇടിവാൾ മിന്നി. അപ്പോഴയാൾ വീണ്ടും പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് രാത്രിയിൽ പതുങ്ങി നിന്ന ആരായാലും സംശയിക്കും. നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. പിള്ളേരെ പിടുത്തക്കാരെപ്പറ്റി ശൗരിക്കുട്ടി കേട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് തീരെ ചെറിയ കുട്ടികളെയാണെന്നാണ് അവൻ്റെ വിശ്വാസം. തന്നെപ്പോലെ വലിയ ഒരാളെ എങ്ങനെ പൊടിയിട്ട് മയക്കി കൊണ്ടുപോകും? അതല്ലെങ്കിൽ ആ പോലീസുകാർ നിന്നെ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പാതിരാത്രിയൊക്കെ കഴിയുമ്പം ഇവിടെങ്ങ് ആരും ഉണ്ടാവില്ല. ശൗരിക്കുട്ടിക്ക് ഇതെല്ലാം കേട്ടിട്ട് ആദി കയറി. ഒന്നാമത് താൻ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. എടാ മോനെ, നീ എൻ്റെ കൂടെ വാ. നിനക്ക് വിശക്കുന്നില്ലേ? നാളെ നീ എന്തു കഴിക്കും? തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ല. ആരെങ്കിലും വെറുതെ നിനക്ക് ഭക്ഷണം തരുമോ? ഇല്ല. എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിനക്കൊരു ചെറിയ ജോലി തരാം. വയറ് നിറച്ച ആഹാരം തരാം. എന്തെങ്കിലും കൂലിയും തരാം. ആ പ്രലോഭനത്തിൽ ശൗരിക്കുട്ടിയുടെ മനസ്സുടക്കി. ജോലി, ഭക്ഷണം, കൂലി, ഇത് മൂന്നുമുണ്ടെങ്കിൽ പിന്നെന്തു വേണം?
നിനക്ക് താമസിക്കാനുള്ള സൗകര്യം തരാം. എന്തു ജോലിയാ? ശൗരിക്കുട്ടി സ്വരം താഴ്ത്തി ചോദിച്ചു. ചെറിയ ചെറിയ ജോലികളാ, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ശൗരിക്കുട്ടി വീണ്ടും സംശയത്തോടെ അയാളെ നോക്കി. ഇല്ലെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചേക്കാം. നിനക്ക് അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൂടെ വന്ന നീ രക്ഷപ്പെട്ടു. നിന്നെ ഞാൻ പല തൊഴിലും പഠിപ്പിക്കും. എല്ലാം പഠിച്ചു കഴിയുമ്പം നിനക്ക് ഞാൻ നല്ല ശമ്പളം തരും. ശൗരിക്കുട്ടി ആകെ എല്ലാം കൂടി മനസ്സിൽ ചിക്കിച്ചിഴിഞ്ഞിട്ട ശേഷം മെല്ലെ ഓരോന്നായി അടുക്കി വെച്ച് നോക്കി. മനസ്സ് എന്താണ് പറയുന്നതെന്ന് ചെകിടോർത്തു. പോയി നോക്കാമിടാ എന്നാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോരാലോ. എങ്ങനാ, എൻ്റെ കൂടെ വരുവല്ലേ? അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ ശൗരിക്കുട്ടി തലയാട്ടി. എന്നാ എന്നോട് ചേർന്ന് നിന്നോ. ആർക്കും സംശയം തോന്നണ്ട. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം എൻ്റെ ചെക്കനാണെന്ന്. ഞാൻ നിൻ്റെ അമ്മാവൻ. നീ എൻ്റെ പെങ്ങടെ മോൻ. മനസ്സിലായോ? ശൗരിക്കുട്ടി തലകുലുക്കി. വലിയൊരു ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ ശൗരിക്കുട്ടി ആശ്വസിച്ചു. ഇനി ആരെയും പേടിക്കണ്ട. ആരുടെ ചോദ്യത്തിനും ഉത്തരം പറയണ്ട. നാളത്തെ കാര്യം എങ്ങനെയെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം ഈ ചേട്ടൻ നോക്കിക്കൊള്ളും. ചേട്ടൻ്റെ പേരെന്നതാ? ശൗരിക്കുട്ടി ചോദിച്ചു. ബേബി. എല്ലാവരും ബേബിച്ചായാന്ന് വിളിക്കും. നീയും അങ്ങനെ വിളിച്ചാൽ മതി. നിന്റെ പേരെന്തുവാ? മൈക്കല്. ശൗരിക്കുട്ടി അങ്ങനെ പറയണമെന്ന് ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചതേയുള്ളൂ. കൃത്യം ചോദ്യം വന്നു. താൻ കള്ളത്തരമല്ല പറയുന്നതെന്നും അവന് തോന്നി. മൈക്കൽ തൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു. ആ പേരിൽ അറിയപ്പെടുന്നതിൽ അവന് അഭിമാനമേ ഉള്ളൂ. വീട്ടുപേര് അറയ്ക്കൽ. അങ്ങനൊരു വീട്ടുപേർ അവൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ മൈക്കലിൻ്റെ വീട്ടിലുള്ളവരുടെ പേരുകൾ പറഞ്ഞു കൊടുത്തു. എവിടെയാ നിന്റെ വീട്? ചേന്നവേലി. എല്ലാം തെറ്റിച്ച് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞതിൽ അവന് അഭിമാനം തോന്നി. താൻ ചില്ലറക്കാരനല്ല. ഒരു ബസ് വരാനുണ്ട്, അത് നോക്കി നിൽക്കുക, ബേബിച്ചായൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ പച്ച നിറമുള്ള ഒരു ബസ് എവിടുന്നോ വന്നു ചേർന്നു. ബേബിച്ചായൻ അവനെയും കൂട്ടി ബസ്സിനടുത്തേക്ക് പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ ബേബിച്ചായന് ഷേക്ക് ഹാൻഡ് നൽകി. പിന്നെയും കൈ കൊടുക്കാനുള്ളവർ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. ശൗരിക്കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയവരുടെ എണ്ണമെടുത്തു. ആകെ 6 പേർ. പ്രായം ചെന്ന 2 പേർ, ആണും പെണ്ണും. ചെറുപ്പക്കാരായ 2 പേർ, ആണും പെണ്ണും. പിന്നെ 2 കുട്ടികളും, 2ഉം പെൺകുട്ടികൾ. ബസ്സിൽ വന്നിറങ്ങിയവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ബേബിച്ചായനോട് സംസാരിച്ചത്. ബേബിച്ചായന് അതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് അതിശയിച്ചു നിന്നു. ബേബിച്ചായൻ എല്ലാവരെയും കൂട്ടി ജെട്ടിയുടെ ഭാഗത്തേക്ക് നടന്നു. കൂടെ ശൗരിക്കുട്ടിയും നീങ്ങി. ജെട്ടിയിൽ ഒരു ബോട്ട് കാത്തുകിടപ്പുണ്ടായിരുന്നു. ബേബിച്ചായൻ ഓരോരുത്തരെയും കൈപിടിച്ച് ബോട്ടിൽ കയറ്റി. ഒടുവിൽ ശൗരിക്കുട്ടിയെയും കയറ്റി. എമിലിക്ക് ഒരാശ്വാസവും കിട്ടിയില്ല. എമിലി രാത്രിയെന്നോ ഇരുട്ടെന്നോ നോക്കാതെ പലതവണ തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാതിരയ്ക്ക് അവൾ കടപ്പുറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കടപ്പുറം വിട്ട് ശൗരി എങ്ങും പോയില്ലെന്നുള്ളത് അവളുടെ അടിയുറച്ച വിശ്വാസമാണ്. കടലാണ് അവൻ്റെ ചങ്ങാതി. അവൻ അതിനോട് വർത്തമാനം പറയുന്നതും ആജ്ഞാപിക്കുന്നതും ശാസിക്കുന്നതും കടലിനോട് ചിരിച്ചു കളിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട്. ആ ചങ്ങാതിയെ വിട്ടിട്ട് അവൻ എവിടെ പോകാൻ? ഇനി നേരം വെളുത്തിട്ട് നോക്കാടി എമിലി, നീ വല്ലയിടത്തും ഒന്ന് അടങ്ങിക്കിടക്ക്. എമിലി ഓരോ തവണയും ഒരു ഉൾവിളി കേട്ടിട്ടെന്ന പോലെ എഴുന്നേറ്റ് കടപ്പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞന്നെ പറയും, തീരെ ഇള്ളക്കുട്ടിയൊന്നുമല്ലല്ലോ, തിരിച്ചറിവായില്ലേ? അവനെ നോക്കാനറിയാം, പിന്നെന്തിനാ നീ പേടിക്കുന്നേ? എന്നിട്ടും രാത്രി 2 മണി നേരത്ത് എമിലി കടപ്പുറത്തുകൂടി കുറേ ദൂരം നടന്നു. പുലിമുട്ട് വരെ പോയി. ചിലപ്പോൾ ശൗരിക്കുട്ടി പുലിമുട്ടിൽ ചെന്നിരിക്കാറുണ്ട്. അവിടുത്തെ ഭീമാകാരമായ പാറകൾക്ക് മീതെ കിടന്ന് മയങ്ങാറുണ്ട്. എമിലി പുലിമുട്ടിന് മീതെ കയറി നിന്ന് കടലിൻ്റെ അപാരതയിലേക്ക് നോക്കി. വളഞ്ഞു പുളഞ്ഞ് ഇരുഭാഗത്തേക്കും അനന്തമായി പോകുന്ന കടലോരത്തേക്കും അവൾ നോക്കി. മങ്ങിയ നിലാവെട്ടത്തിൽ ഒരു കറുത്ത പൊട്ടെങ്കിലും കാണാനുണ്ടോ? എല്ലാവരോടും വഴക്കിട്ട് ദൂരെ എവിടേക്കെങ്കിലും കടപ്പുറത്തുകൂടി നടന്നുപോയിട്ട് ഒടുവിൽ വിശന്നു വലഞ്ഞ് അവൻ തിരികെ വരുന്നുണ്ടോ? പുലിമുട്ടിൽ കയറി നിൽക്കുമ്പോൾ വടക്കും ഭാഗത്ത് അർത്തുങ്കൽ കടപ്പുറവും മങ്ങിക്കാണാം. വള്ളങ്ങളുടെ രൂപരേഖ കാണാം. കടൽ പിശാചുക്കൾ കണ്ണിൽ തീപ്പന്തവുമായി നീന്തി കളിക്കുന്ന പോലെ തീരക്കടലിൽ വള്ളങ്ങളിലെ വെളിച്ചം കാണാം. ഒടുവിൽ എമിലി നിരാശയോടെ മടങ്ങി. രാവിലെ 8 മണിയോടെ പീറ്ററേയും കൂട്ടിക്കൊണ്ട് ആൻ്റപ്പൻ എമിലിയുടെ വീട്ടിലെത്തി. അവനെന്തേ ശൗരി? ആൻ്റപ്പൻ കശാപ്പിനുള്ള മൃഗത്തെ തിരയുന്ന പോലെ അങ്ങിങ്ങും നോക്കി. കുഞ്ഞന്ന തിണ്ണയിലുണ്ടായിരുന്നു. ശൗരിയെ തിരക്കി വന്നതാണോ? അതെ, അവനെ ഒന്ന് കാണണം. എന്നതാ കാര്യം? കാര്യം എന്താണെന്ന് അവനെ കണ്ടിട്ട് പറയാം. എന്നാ അപ്പം പറഞ്ഞാൽ മതി. കുഞ്ഞന്ന ശുണ്ടിയോടെ അകത്തേക്ക് കയറിപ്പോന്നു. ആൻ്റപ്പൻ മുറ്റത്തു നിന്ന് ബഹളമുണ്ടാക്കി.
എല്ലാവരും അകത്തോട്ട് കയറിയിരുന്ന രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഞാനങ്ങോട്ട് കയറി വന്ന എല്ലാവരെയും കാലെ പിടിച്ച് മുറ്റത്തോട്ട് വലിച്ചിടും. എൻ്റെ സ്വഭാവം തീരെ മോശമാണേ. ഒടുവിൽ എമിലി തന്നെ ആൻ്റപ്പനെ നേരിടാനെത്തി. എന്നതാ കാര്യം? ആ ചെയ്ത്താൻ കാണിച്ചു വെച്ചേക്കണ പണി കണ്ടോ? ആൻ്റപ്പൻ പീറ്ററിൻ്റെ ഷർട്ട് പൊക്കി എമിലിയെ കാണിച്ചു. പൊക്കിളിന് താഴെ വീർത്തിരിക്കണ. ഇന്നലെ എൻ്റെ ചെക്കൻ മൂത്രമൊഴിക്കാൻ പറ്റാതെ കിടന്ന് പൊളയുമായിരുന്നെന്ന്. നിങ്ങളുടെ മോൻ പെൻസിലിന് കുത്തിയ കുത്ത. ഉച്ചയ്ക്ക് അവൻ സ്കൂളിൻ്റെ മുറ്റത്തിട്ട് എൻ്റെ മകനെ അടിക്കുകയും ചവിട്ടുകയും മാന്തുകയും ചെയ്തത് പോരാഞ്ഞിട്ടാ എൻ്റെ ഈ കൈകൊണ്ട് അവൻ്റെ മോന്തയ്ക്ക് 2 വീക്ക് കൊടുത്തിട്ടേ ഞാൻ പോണുള്ളൂ. ഇന്നലെയും ഇന്നും എൻ്റെ മോൻ ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന്. ശൗരിക്കുട്ടി ഇവിടെ ഇല്ല. അവനെ ഇന്നലെ മുതൽ കാണാനില്ല. നിങ്ങൾ നുണ പറഞ്ഞ് അവനെ രക്ഷിക്കാൻ നോക്കണ്ട കേട്ടാ. നിങ്ങൾക്ക് എന്തേലും സംശയമുണ്ടെങ്കിൽ അയലന്തിരുത്തുകാരോട് ചോദിച്ചു നോക്കിന്. എമിലി ദേഷ്യം പൂണ്ട് അത്രയും പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിപ്പോന്നു. ആൻ്റപ്പൻ മറിയമ്മയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് ശൗര്യയെപ്പറ്റി തിരക്കി. അവൻ പുറപ്പെട്ടു പോയേക്കണമെന്നാ തോന്നണ്. ഇന്നലെ മുതൽ ഞങ്ങൾ അയലന്തിരുത്തുകാരും നാട്ടുകാരും അവനെ തിരഞ്ഞു നടക്കാണ്. നിങ്ങൾ ആരാണ്? എന്താണ് കാര്യം? മറിയമ്മ ആൻ്റപ്പൻ്റെ ആഗമനോദ്ദേശം അന്വേഷിച്ചു. ആൻ്റപ്പൻ്റെ മകനുമായി തല്ലുകൂടിയ കഥ ആൻ്റപ്പൻ വിസ്തരിച്ചപ്പോൾ മറിയമ്മ പറഞ്ഞു, അതാണോ വലിയ കാര്യം? ശൗരി അവൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ ചോറുപൊതി വയ്ക്കണ സഞ്ചിയിൽ പാമ്പിനെയും തേളിനെയും ജീവനോടെ പിടിച്ചുവെച്ച വിവരം നിങ്ങളറിഞ്ഞാ? ആ സാറ് പോലീസിനെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ശൗര്യനെ പിടിക്കാൻ. അപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു. അവൻ ആരാ മോൻ? ആൻ്റപ്പന് നിരാശയായി. പീറ്ററിന് അതിനേക്കാൾ നിരാശയായി. തൻ്റെ അപ്പൻ ശൗരിയുടെ കഴുത്തിന് പിടിച്ച് അവൻ്റെ ചെകിട് അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് നടന്നില്ല. ആൻ്റപ്പൻ എമിലിയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് ഭീഷണി മുഴക്കി. അവന് എന്നെങ്കിലും എൻ്റെ കൈ കിട്ടും. എൻ്റെ മോനോട് അവൻ ചെയ്തതിന് അവൻ്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും. വെച്ചിട്ടുണ്ട് ഞാൻ അവന്. ശൗര്യയില്ലാത്തതിനാൽ എമിലി ആ ഭീഷണിക്ക് മറുപടിയൊന്നും പറഞ്ഞില്ല. ആൻ്റപ്പനും പീറ്ററും തിരികെ പോയി. എമിലി വീണ്ടും ശൗര്യയെ തിരക്കി ഇറങ്ങി. അടുത്ത ഭാഗം നാളെ.